ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 112. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 25. മരിയൻ ലുത്തിനിയായിലെ വാഴ്ത്തുമൊഴികളിലെ 22. കനിവുള്ള കന്യക, ദ വെർജിൻ മോസ്റ്റ് മെഴ്സിഫുൾ. ലത്തീനില് വീർഗോ ക്ലെമൻസ്. വീർഗോ ക്ലെമൻസ്. മേഴ്സിഫുൾ എന്നാണ് ഇംഗ്ലീഷിൽ. നമ്മൾ കനിവ് എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. കരുണയുള്ള കന്യക എന്നും തർജ്ജമ ചെയ്യാം അല്ലേ? കനിവുള്ള, കരുണയുള്ള, ദയയുള്ള, അങ്ങനെയൊക്കെ നമുക്ക് തർജ്ജമ ചെയ്യാം. ഞാനിതിൻ്റെ ഒരു ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ദൈവത്തോടും കരുണ കാണിച്ചവളാണ് മറിയം എന്നൊരു പോയിന്റാണ്. ദൈവത്തോടും കരുണ കാണിച്ചവൾ. നമുക്ക് അത്ഭുതം തോന്നാം ഞാൻ അങ്ങനെ പറയുമ്പോൾ. നിങ്ങൾ വ്യാഖ്യാനം കേട്ട് കഴിയുമ്പോൾ എന്നോട് യോജിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കത് പറയുന്നതിന് മുമ്പ് ചില വചനങ്ങൾ പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 5:7 ഈശോ മലയിലെ പ്രസംഗം തുടങ്ങുന്ന ആ ഭാഗത്ത് പറയുന്നുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ നമ്മൾ കരുണ കാണിക്കുന്നവർക്ക് ഭാഗ്യമുണ്ട്, കാരണം അവർക്ക് കരുണ ലഭിക്കും. വാസ്തവത്തിൽ സ്വർഗരാജ്യത്തിലെ അംഗങ്ങളുടെ സ്വഭാവമാണ് കരുണ കാണിക്കുക. അവരുടെ രീതിയാണിത്. അതൊരു ഭാഗ്യമാണ്, ആനന്ദമാണ്. ഈ കരുണയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള മറ്റൊരു വചനമുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 35-36 വാക്യങ്ങളാണ്. അത് മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഈ കരുണ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവൻ, അവർക്ക് നന്മ ചെയ്യുവൻ, ഒന്നും പകരം വെച്ചിക്കാതെ കടം കൊടുക്കുവൻ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ, ദൈവത്തിനുള്ള പര്യായ പദമാണ് അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവാണല്ലോ. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാർ ദയാലുവാണല്ലോ. ഇനി അവസാനത്തെ വാചകം, അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവേ. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ തർജ്ജമ ചെയ്യാറുണ്ട്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകുവേ. അവിടെ കുറച്ചുകൂടി നല്ല പരിഭാഷ മനസ്സലിവ് എന്നാണ്. അലിവ്, കനിവ്, കരുണ. ഈ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് മനസ്സലിവുള്ളവൻ ആയിരിക്കുന്നത് പോലെ, അതിനു മുമ്പ് എന്താ പറഞ്ഞത്? ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക. നമ്മളിതൊന്ന് പെട്ടെന്ന് മറിയത്തിന്റെ കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് നോക്കിയാൽ, നമ്മൾ മറിയത്തെ കുറിച്ചാണല്ലോ ധ്യാനിക്കണേ. കുരിശിന് താഴെ നിൽക്കുന്ന മറിയത്തെ നോക്കിയാൽ, അവിടെ 4 പട്ടാളക്കാര് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിക്കാനായിട്ട് അവര് നടപടികളെടുക്കുന്നു. ശതാധിപൻ അതിന് നേതൃത്വം വഹിക്കുന്നു. കർത്താവിന്റെ കുറെ ശത്രുക്കൾ അവിടെ നിൽക്കുന്നു. 2 കവർച്ചക്കാര്, പിന്നെ കുറച്ച് സ്ത്രീകളും ഇവിടെ കൂട്ടത്തിലും മറിയും യോഹന്നാൻ ഇച്ചിരി മാറി നിൽക്കുന്നു. ഈ ശത്രു ഇല്ല. അപ്പൊ കർത്താവ് പിതാവെ അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മറിയം ആ പ്രാർത്ഥനയോടൊപ്പം ചേർന്നിട്ടില്ലേ? മറിയം, നമുക്ക് തോന്നും ഇതൊക്കെ സാധ്യമാണോ എന്ന്. ഇന്ന് നമ്മൾ കണ്ടൊരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അമേരിക്കയില് ഇന്നലെ ചാർലി കർക്കിന്റെ ഭാര്യ എറീക്ക പറഞ്ഞത്, 70,000 പേര് വരുമെന്ന് വിചാരിച്ച സ്ഥലത്ത് ആ സ്റ്റേഡിയത്തില് ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നത്. എന്നിട്ടും അവർ ഘട്ടം ഘട്ടമായിട്ട് കാര്യങ്ങൾ നടത്തേണ്ടി വന്നു. ആ ചാർലി കർക്കിനെ കൊല്ലപ്പെട്ട ഒരു വലിയ മഹാനായ ക്രിസ്ത്യാനി ചെറുപ്പക്കാരൻ, 31 വയസ്സുള്ള ചാർലി കർക്കിന്റെ ഭാര്യ എറീക്ക ആ സ്റ്റേജിൽ വന്നിട്ട്, അവളുടെ ഭർത്താവാണ് ദാരുണമായി കഴിഞ്ഞാഴ്ച കൊല്ലപ്പെട്ടത്. അവള് പറയാണ്, എന്റെ ഭർത്താവ് ചെറുപ്പമായിരുന്നു, അതേ പ്രായത്തിലുള്ള ഒരു മനുഷ്യനാണ് ടൈലർ, എന്താണ് അവന്റെ പേര്, അവനാണ് എന്റെ ഭർത്താവിനെ കൊന്നത്. പക്ഷെ നമ്മുടെ രക്ഷകൻ കുരിശിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവരെന്താണ് ചെയ്തതെന്ന് അവർ അറിയുന്നില്ല. എന്നിട്ട് അവൾ പറയാണ്, എന്റെ ഭർത്താവിന്റെ ഘാതകരോട് ഞാനും ക്ഷമിക്കുന്നു. എന്നിട്ട് അവർ കരഞ്ഞു. സ്റ്റേഡിയം മുഴുവൻ കരഞ്ഞു. ലോകം മുഴുവൻ ക്രിസ്തുവിനെ സ്വീകരിക്കും എന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എറിക്ക പറഞ്ഞ ഒരു വാചകം കൂടി ഞാൻ പറയട്ടെ. വെറുപ്പിന് പകരം വെറുപ്പ് കൊടുക്കുന്നത് ക്രിസ്ത്യാനികളുടെ രീതിയല്ല. ശരിയല്ലത്? ലോകത്ത് ഏകദേശം 30 കോടി ക്രിസ്ത്യാനികളെയാണ് മുസ്ലിം സഹോദരന്മാർ കൊല്ലുന്നതും പീഡിപ്പിക്കുന്നതും. നമ്മൾ തിരിച്ചു ചെയ്യാറുണ്ടോ? ഇന്ത്യയിൽ ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യില്ല. വെറുപ്പ്, വൈരാഗ്യം, പക, ഇതൊന്നും ക്രിസ്ത്യാനികളുടെ രീതിയല്ല.
നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവനായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് മനസ്സലിവ് കുരിശിൽ ചെയ്തു. ആ കുരിശിന് താഴെ നിൽക്കുന്ന മറിയം അത് അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തി. തന്റെ മകനെ ക്രൂരമായി കൊന്നവരോട് മനസ്സലിവോടെയാണ് അവൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് പറഞ്ഞത് എത്രയോ ശരിയാണ്. മറിയം കരുണയുടെ ആൾരൂപമായിട്ട് നിൽക്കുകയാണ്, കരുണയുടെ ദൈവമായ ക്രിസ്തുവിന്റെ കൂടെ കുരിശിന്റെ മുമ്പിൽ. ഇത് നമുക്ക് ഈ വചനം കർത്താവ് തന്നെ പറഞ്ഞ മറ്റൊരു വചനമായിട്ട് കൂട്ടിവെച്ച് നോക്കിയാൽ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരാകുവിൻ. നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരാകുവിൻ. മത്തായി 5:48. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും സ്വർഗീയ പിതാവിനെ പോലെ പരിപൂർണരായിരിക്കാൻ പറ്റുമോ? സൽഗുണ പൂർണ്ണരാകുമ്പോൾ പരിപൂർണരായിരിക്കുന്നത് പോലെ എന്നല്ലേ പറഞ്ഞത്. എന്താണ് ഈ പരിപൂർണത? പിതാവിന്റെ പരിപൂർണത എന്താണ്? മനസ്സലിവാണ്, ദയയാണ്, കനിവാണ്, കരുണയാണ്. അപ്പോൾ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ, അതിന് സമാന്തരമായിട്ട് പറയാണ്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ. ക്രിസ്തീയ പരിപൂർണത എന്ന് പറയുന്നത് ക്രിസ്തീയ കാരുണ്യമാണ്. അത് ക്രിസ്തുവിൽ ഇങ്ങനെ ഇല്ലേ ഘനീഭവിച്ചു നിൽക്കുന്നു മറിയത്തിലും. അതുകൊണ്ട് കനിവുള്ള കന്യക, കരുണയുള്ള കന്യക എന്ന് മറിയത്തെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോടും കരുണ കാണിച്ചവളാണ് മറിയമെന്ന്. ദൈവത്തിന് മനുഷ്യനാക്കണം, മനുഷ്യൻ രക്ഷിക്കാൻ, വേറെ മാർഗമില്ല. അങ്ങനെ മനുഷ്യനാകാനായിട്ട് ദൈവം കണ്ട മാർഗം എന്താണ്? കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട മറിയത്തിന്റെ സമ്മതം. അങ്ങനെ ഗബ്രിയേൽ മാലാഖയെ അയക്കുകയാണ് മറിയത്തിന്റെ സമ്മതം വാങ്ങാൻ, ദൈവത്തിന് മനുഷ്യനാകാൻ, ഈ ഭൂമിയിലേക്ക് വരാൻ. അതിന് മറിയം സമ്മതം മൂളി ഇല്ലേ? അങ്ങനെ സമ്മതം മൂളിയില്ലായിരുന്നെങ്കിൽ ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നോ? അപ്പൊ ദൈവത്തോടും കരുണ കാണിച്ചവൾ എന്ന് ഞാൻ പറയുന്നതിന് അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അങ്ങനെ മറിയം സമ്മതം മൂളിയപ്പോഴ് അവളുടെ വ്യക്തിപരമായ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് തകർത്തെറിയപ്പെട്ടത്. അപ്പൊ എത്രമാത്രം കരുണയുണ്ടായിട്ട് വേണം മറിയം അതിന് സമ്മതം മൂളിയത്? മറിയത്തിന്റെ കരുണ ചൂണ്ടിക്കാണിക്കാൻ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് കാനായിലെ കല്യാണം. അവിടെ കാനായിലെ വിവാഹ വിരുന്ന് നടക്കുമ്പോൾ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാൻ 2:1. ക്ഷണിക്കപ്പെട്ടവരുടെ ഗണത്തിലാണ് യേശുവിന്റെ ശിഷ്യന്മാരും. യോഹന്നാൻ 2:2. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവാഹ ആഘോഷം. യഹൂദരുടെ വിവാഹ സമ്പ്രദായത്തിന് 2 ഘട്ടങ്ങളാണ്. കുടുംബത്തിലെ വലിയ സംഭവമാണല്ലോ കല്യാണം. നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെയാണ്, ഒളിച്ചോടി പോകുന്നത് ഒഴിച്ചുള്ളത്. വിവാഹത്തിന് 2 ഘട്ടങ്ങളാണ്. ആദ്യത്തെ മനസമ്മതം അല്ലെങ്കിൽ വിവാഹ നിശ്ചയം. 1 സംവത്സരം കഴിഞ്ഞിട്ടാണ് വിവാഹം. വിവാഹം എന്ന് പറയുന്നത് വരന്റെ വീട്ടില് വരൻ വധുവിന്റെ വീട്ടിലെത്തി അവിടെ നിന്ന് വരന്റെ വീട്ടിലേക്ക് വധുവിനെ ആഘോഷമായി കൊണ്ടുവരിക. അതിനാണ് കല്യാണം എന്ന് പറയണേ. യഹൂദന്മാരുടെ രീതി ഞാൻ പറയണേ. വരൻ വധുവിന്റെ വീട്ടിലെത്തി അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് ഒരു പ്രദക്ഷിണമായിട്ട് ആഘോഷമായി കൂട്ടിക്കൊണ്ടുവരിക. അതിനൊരു ക്രമമുണ്ട് ഈ ആഘോഷമായി കൂട്ടിക്കൊണ്ടുവരുന്നതിന്. ആ ക്രമം ഏതാണ്ട് ഇങ്ങനെയാ. വധുവിന്റെ തോഴിമാര്, കന്യകമാര് വരന്റെ വീട്ടിലെത്തും. ആദ്യം വധുവിന്റെ തോഴിമാര്, കന്യകമാര് വരന്റെ വീട്ടിലെത്തും. അവർ അവിടെ വരനെ കാത്തു നിൽക്കും. എപ്പോഴാണ് വരൻ എത്തുകയെന്ന് കൃത്യമായിട്ട് അറിയിക്കില്ല. അതൊരു സസ്പെൻസ് ആണ്. എന്തെങ്കിലും സസ്പെൻസ് ഒക്കെ വേണമല്ലോ. വരൻ എത്തുന്നതോടെ അവനും അവന്റെ ആളുകളും കന്യകമാരും വധുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഉല്ലാസഭരിതമായ പ്രദക്ഷിണത്തിന്റെ അകമ്പടിയോടെ വധുവിനെ വരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതോടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. നൃത്തവും പാട്ടും മറ്റ് ആഘോഷങ്ങളും വിവാഹ സദ്യയും ഒക്കെ രാത്രിയിലാണ്. അപ്പൊ വിളക്കും എണ്ണയൊക്കെ കരുതണം. അതാണ് മത്തായി 25 പറയുന്നത്. ആ കല്യാണ വീട്ടില് അപ്പൊ 7 ദിവസം നീണ്ടു നിൽക്കുന്നതാ. അപ്പം ചിലപ്പോൾ കരുതുന്നതൊക്കെ തികയാണ്ട് വരാം. ആ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി. രാത്രിയാണ് കല്യാണം നടക്കുന്നത്. യേശുവിന്റെ അമ്മ അതറിഞ്ഞു. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, കണ്ടറിയാണ്. അതാണ് അലിവും കനിവുമുള്ള അമ്മമാരുടെ ഹൃദയത്തിന്റെ രീതി. അവരാവശ്യങ്ങൾ കണ്ടറിയും. എല്ലാം ചോദിച്ചിട്ടല്ല, കണ്ടറിയും. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇന്ത്യയിലും മറ്റുള്ള രാജ്യങ്ങളും കണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്ന്, മറ്റുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ചോദിക്കണം. ഇന്ത്യയിൽ മിക്കവാറും കണ്ടറിയും. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരുടെ രീതി അനുസരിച്ച് ഒരു മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. കാപ്പി വേണോ? വേണ്ട.
അല്ല, എന്നാ ഒന്ന് ഇരുന്നോട്ടെ. ആദ്യം വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇന്ത്യയിൽ നോ എന്ന് പറഞ്ഞാൽ യെസ് ആണെന്ന് യൂറോപ്യൻസ് കളിയാക്കും. യൂറോപ്പിൽ വേണമെങ്കിൽ വേണമെന്ന് പറയും, വേണ്ടെന്ന് പറയില്ല. നമ്മളൊരു ഉപചാരം ഒക്കെ നോക്കിയിട്ട് പറയാം അന്ന് വേണ്ട, അല്ലെങ്കിൽ എടുത്തോ, അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി. അപ്പൊ നമ്മളോട് ഇത് പറയുമ്പം വീണ്ടും ചോദിക്കും അവര്, ആർ യു ഷുവർ, വേണ്ടെന്നുള്ള ഉറപ്പാണോ? അല്ല, അന്നാ എടുത്തോ എന്ന് പറയും നമ്മള്. അപ്പൊ പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യും, ചോദിക്കാൻ നിൽക്കണ്ട. മിക്ക ആളുകളുടെയും യൂറോപ്പിലൊക്കെ നമ്മൾ ചോദിക്കണം. ചോദിക്കുന്നുണ്ട്, അവർക്ക് വിഷമമൊന്നുമില്ല, ചോദിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. പക്ഷെ നമുക്കത് പലപ്പോഴും മനസ്സിലാകില്ല. അത് കണ്ടറിഞ്ഞ് ചെയ്തോടെ എന്ന് നമ്മൾ വിചാരിക്കും. അത് നമ്മുടെ സംസ്കാരത്തിന്റെ രീതിയാണ്. ഏതായാലും കരുണയുള്ള മനുഷ്യര് കാര്യങ്ങൾ കണ്ടറിയും, കനിവുള്ള മനുഷ്യര് കാര്യങ്ങൾ കണ്ടറിയും. അത് മറിയം കണ്ടറിഞ്ഞ് ചെയ്തു. പ്രശ്നപരിഹാരത്തിന് മറിയം യേശുവിനെ സമീപിച്ചു. യേശു ആദ്യം വിസമ്മതിച്ചു. പക്ഷെ ഒരു അമ്മയുടെ അധികാരം ഉപയോഗിച്ചിട്ട് മറിയം പറഞ്ഞു, നീ അങ്ങ് ചെയ്യുക. ശിഷ്യന്മാരുടെ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയും, നിങ്ങൾ ചെയ്യും. മകനെ നിർബന്ധിക്കാൻ അമ്മയ്ക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് ആവശ്യത്തിലിരിക്കുന്ന കുടുംബത്തെ സഹായിക്കുന്ന മറിയത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് കരുണയുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. കനിവുള്ളവർക്ക്, മലിവുള്ളവർക്ക് മറ്റുള്ള ആവശ്യങ്ങളിൽ ഇങ്ങനെ പെരുമാറാൻ പറ്റൂ. അല്ലെങ്കിൽ എനിക്കെന്ത് കാര്യം, ഞാൻ എന്തിനു തലയിടണം എന്ന് വിചാരിച്ച് മാറി നിൽക്കും. ഈ കാനായിലെ മറിയം ചെയ്ത ഒരു മാതൃകയാണ്. എന്ന് വെച്ചാൽ മറിയത്തിന്റെ ജീവിതത്തിൽ ഉടനീളം അവൾ പാലിച്ച ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമാണത്. പരിച്ഛേദം, ഒരു ഭാഗം മാത്രം. കന്യാത്വത്തിന് ഭംഗം വരാതെ വേണം ഗർഭം ധരിക്കാൻ. ഇതാണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്. അപ്പൊ മറിയം ചോദിച്ചു, അതിന് വിശദീകരണം എനിക്ക് കേൾക്കണം. അതായത് ദൈവിക രഹസ്യങ്ങൾ അറിയേണ്ടത് ദൈവിക കരുണയുടെ കരുതലിന്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ കരുണ എന്ന് പറഞ്ഞാൽ കാര്യമറിയാതെ പൊട്ടം കളിക്കുന്നതല്ല, ദൈവിക രഹസ്യങ്ങളോട് സഹകരിക്കുന്നതാണ്, ദൈവത്തിന്റെ രഹസ്യത്തിലേക്ക് ആവാഹിക്കപ്പെടുന്നതാണ്. അത് ഒരൽപ്പം പേടിപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷെ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച്, ദൈവത്തിന്റെ കരുണ ആസ്വദിച്ച്, ദൈവത്തോടും കരുണ കാണിച്ച് ദൈവത്തിന്റെ രഹസ്യങ്ങൾക്ക് ആവാഹിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അവൾ ചോദിച്ചത്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എന്നോട് വിശദീകരിക്കുക. അതൊരു കരുണയുടെ ഭാഗമാണ് ദൈവശാസ്ത്രപരമായി ചിന്തിച്ചാല്. അതിന്റെ കൂട്ടത്തിൽ തന്നെ കാണേണ്ടതാണ്, ദൈവത്തിന്റെ അനന്ത കരുണയിൽ ആശ്രയിച്ചിട്ടാണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് മറിയം ദൈവഗതത്തിന് വിധേയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ വിധേയപ്പെടുമ്പോൾ അവളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ സകല മോഹങ്ങളും സകല സ്വപ്നങ്ങളും തകർത്തെറിയപ്പെടുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ വാള് കടക്കുകയാണ്. അത് ഒരു നിമിഷം കുരിശിൽ താഴെ മാത്രമല്ല. ജോസഫ് അവളെ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ചെറിയ വേദനയായിരിക്കും മറിയത്തിന്. കൊച്ചിനെ കൊല്ലാനായിട്ട് സർക്കാർ തീരുമാനിക്കുന്നു. ചെറിയ വേദനയായിരിക്കും ഒരമ്മയ്ക്ക് ഉണ്ടാകുക. ആ കൊച്ചിനെ കൊണ്ട് രാത്രിക്ക് രാത്രി അഭയാർത്ഥിയായിട്ട് ഈജിപ്തിലേക്ക് പോകുന്നു, അടിമത്തത്തിന്റെ നാട്ടിലേക്ക്. അവിടെ നിന്ന് ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ മഹാക്രൂരനായ മറ്റൊരു ചക്രവർത്തിയാണ് ഭരിക്കുന്നത് ബെത്ലഹേമില്. അവിടെ നിന്ന് നസ്രത്തിലേക്ക് പോകുന്നു. എന്തുമാത്രം നമ്മൾ അനുഭവിക്കുന്ന വേദനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ആ വേദനകളൊക്കെയും അവൾക്ക് സഹിക്കാൻ പറ്റിയത് ദൈവത്തിന്റെ അനന്ത കരുണയിൽ അവൾ ആശ്രയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവള് തന്നെ കരുണയുള്ളവളായിട്ട് മാറുകയാണ്. ജോസഫ് വിവാഹമോചനത്തിലൂടെ മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോ മറിയം ജോസഫിനെ കുറ്റപ്പെടുത്തിയോ? തന്നിൽ സംഭവിച്ച ആ മഹാത്ഭുതം ജോസഫിനോട് വിശദീകരിക്കാനായിട്ട് പോയോ? ഇല്ല. അവിടെയൊക്കെ അവള് അലിവ് കാണിക്കുകയാണ്, കരുണ കാണിക്കുകയാണ്. ദൈവം ഇടപെടട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. നമുക്കിങ്ങനെ ഒരു സംയമനം ഉണ്ടാകുമോ? ദൈവം ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് അത് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് കരുണയായി മാറിയ ആളുകൾക്കേ പറ്റൂ. അത് 6 മാസം ഗർഭിണിയായിരുന്ന എലിസബത്തിന്റെ അടുക്കലേക്ക് മറിയം പോയി. 120 കിലോമീറ്റർ ഉണ്ട്. മറിയം ഗർഭിണിയാണ്. എന്നിട്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ 3 മാസം താമസിച്ച് അവളെ സഹായിക്കും ശുശ്രൂഷിക്കുകയും ചെയ്തു. അത് 6 മാസം ഗർഭിണിയായിരുന്ന അവളെ 9-ാം മാസം വരെ ശുശ്രൂഷിച്ചു. അതൊരു കരുണയുടെ ഭാഗമല്ലേ? അലിവിന്റെ ഭാഗമല്ലേ? മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിന്റെ ഭാഗമല്ലേ? മറിയം ഗുഹയില് പുൽത്തൊട്ടിയില് ദൈവം തമ്പുരാനെ പ്രസവിക്കുകയാണ്. പുത്രൻ തമ്പുരാനെ കരുതലോടെ പിള്ളക്കച്ചിൽ പൊതിഞ്ഞ് നമുക്ക് ആ വികാരങ്ങൾ മനസ്സിലാകുമോ? ഒരമ്മയുടെ, അതും ദൈവപുത്രനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ഒരമ്മയുടെ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ കരുണ ലഭിക്കുമെന്ന് പറഞ്ഞത് മറിയത്തിന്റെ കാര്യത്തിൽ കരുണയുടെ ആൾരൂപമായിട്ട് മാറുകയാണ്. ഉണ്ണീശോയെ പരിപാലിച്ച് നോക്കിയേ. അമ്മന്റെ പാലിനോടൊപ്പം ദൈവഭക്തിയും വേദപുസ്തകവും പഴനിയമത്തിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ? അങ്ങനെയല്ലേ യേശു ജ്ഞാനത്തിൽ വളർന്നതാ യേശുവിനെ കുറിച്ച് പറയണേ. ദൈവം മനുഷ്യനായ ആളാണ്, എല്ലാ കാര്യവും അവൻ അറിയാമെന്ന് പറയരുത്. ദൈവം മനുഷ്യനായപ്പോൾ പാപമഴികം മറ്റെല്ലാത്തിലും അവൻ മനുഷ്യന്റേതായ പരിമിതി സ്വീകരിച്ചു. നമുക്കിത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്.
ഇതെങ്ങനെയാണ് അത് സംഭവിക്കുക, ദൈവവും മനുഷ്യനായ ആൾക്ക് എങ്ങനെയാണ് ചില കാര്യങ്ങൾ അറിയാതിരിക്കുക എന്നുള്ളതൊക്കെ അതൊരു യേശുവിന്റെ രഹസ്യത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അവന്റെ അമ്മ ഈ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം അതുപോലെ ഇല്ലേ ഡ്രസ്സ് ധരിപ്പിക്കുമ്പോഴും കുളിപ്പിക്കുമ്പോഴും അതൊക്കെ ചെയ്തു കൊടുത്തത് മറിയല്ലേ. അപ്പൊ നമ്മുടെ കടത്തനാട്ട മാധവയുടെ ഒരു കവിത ഞാൻ പലപ്പോഴും പാടാറുണ്ട്. ഈ അമ്മ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയാണ്. അപ്പോ ഇങ്ങനെ ചേർത്ത് വെച്ച് സനങ്ങളോട് ചേർത്ത് വെച്ച് മുലപ്പാൽ കൊടുക്കുമ്പോൾ അമ്മ പാട്ടുപാടുകയാണ്. ദൈവത്തിനായി സമർപ്പിതം ഈ രക്തം കേവലം ഭണ്ഡാര പാലികാഞ്ഞാൻ ഈ വിചാരത്തിൽ സംശുദ്ധമാകട്ടെ നീ നുണയ്ക്കും മുലപ്പാലിലൂടെ പോലും കൊടുക്കുന്നത് ദൈവചിന്തയാണ്. ദൈവത്തിനായി സമർപ്പിതം ഈ രക്തം കേവലം ഭണ്ഡാര പാലികാഞ്ഞാൻ, ഞാൻ വെറും കാര്യസ്ഥയാണ്, ദൈവത്തിന്റെ കുഞ്ഞാണിത്, ദൈവത്തിന്റെ രക്തമാണിത്, ഈ വിചാരത്തിൽ സംശുദ്ധമാകട്ടെ നീ നുണയ്ക്കും മുലപ്പാല് പോലും. അങ്ങനെയല്ലേ നമ്മുടെ അമ്മമാര് ദൈവവിശ്വാസം പകർന്നു കൊടുക്കണേ. അപ്പോൾ എല്ലാ ഘട്ടത്തിലും ഈ ദൈവം കരുണയുള്ളവനാണ്. ആ കരുണയുടെ ആൾരൂപമായ യേശുക്രിസ്തു ആ ആൾരൂപത്തിന്റെ നല്ല വശങ്ങൾ മുഴുവൻ സ്വാംശീകരിച്ച് കരുണയുള്ളവളായി മാറിയവളാണ് മറിയം. അതുകൊണ്ട് തന്നെ അവൾ കനിവിന്റെ കന്യകയാണ്, കരുണയുടെ കന്യകയാണ്. അതുപോലെ കരുണ മറ്റുള്ള കാണിക്കും ചെയ്തു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ കനിവിന്റെ കന്യകയായ മറിയം നമുക്ക് അവളുടെ സന്നിധിയിലേക്ക് പോകാനും ഈ കരുണയുടെ ആളുകളായി മാറാൻ, അലിവിന്റെ ആളുകളായി മാറാൻ, ഈ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരായിരിക്കാൻ, മറിയത്തെ പോലെ ആയിരിക്കാൻ നമുക്ക് സഹായം തരുന്നത് നല്ല കാര്യമല്ലേ. മാത്രമല്ല ഈ മറിയത്തെക്കുറിച്ചുള്ള കാര്യം മറ്റുള്ളവർ പ്രഘോഷിക്കുന്നതും നല്ല കാര്യമല്ലേ. അത് ചെയ്യണമെന്നാണ് ഞാൻ പിന്നെയും പറയുന്നത്. അതിന് നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് ഞാൻ പറഞ്ഞത്, തിരുവചന ജപമാല. അത് വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് പ്രചരിപ്പിച്ച് ലോകത്തോട് മുഴുവൻ മറിയത്തെയും മറിയത്തിന്റെ മകനെയും കുറിച്ച് ആ സുവിശേഷം പ്രഘോഷിച്ച് എല്ലാവരും രക്ഷ പ്രാപിക്കാൻ ഇടയാകണം. ആ സുവിശേഷ പ്രഘോഷണത്തിൽ നിങ്ങൾക്ക് പറ്റാവുന്നവരെല്ലാം പങ്കുചേരണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമ വചന ധ്യാനം ക്ലാസ് 39. സ്ലീഹന്മാരുടെ നടപടി 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ 3 വരെ വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഈ 1-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ പ്രയോഗം, ആദ്യത്തെ 2 പദസന്ധികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പെന്തക്കോസ്ത ദിനം വന്നപ്പോൾ അതേക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. നമുക്ക് ആ ആദ്യത്തെ 3 വചനങ്ങളൊന്ന് കേൾക്കാം. പെന്തക്കോസ്ത ദിനം വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെയും മേൽ പതിഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഒരു സ്ഥലത്ത്, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരു സ്ഥലത്ത്. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് അവർ ഇരുന്നത് ഒരു വീട്ടിലായിരുന്നുവെന്ന്, 2-ാമത്തെ വാക്യത്തിൽ. അപ്പോ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് അതൊരു വീട്ടിലായിരുന്നു പറയണം. ആ വീട്ടില് 120 പേർക്ക് സമ്മേളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് 1:15. ഇതേ അധ്യായം 1:15 അല്ലെ, 1-ാമത്തെ അധ്യായം 15. 120 പേർക്ക് ആ വീട്ടിൽ സമ്മേളിക്കാൻ. അപ്പൊ നമുക്ക് 120 പേർക്ക് സമ്മേളിക്കാൻ പറ്റിയ വീട് എന്ന് പറയുന്നത് അതാണ് ഈ സ്ഥലം. അപ്പൊ ദാവീദിന്റെ കബറിടത്തിന് തൊട്ട് മുകളിലാണ് ഈ 2 നില കെട്ടിടം. ദാവീദിന്റെ കബറിടം താഴെ, അതിന് മുകളിലാണ് ഈ 2 നില കെട്ടിടം. ഈ കബറിടം നിൽക്കുന്ന സ്ഥലം 1-ാം നൂറ്റാണ്ട് മുതൽ ഒരു യഹൂദ ക്രൈസ്തവ സിനഗോഗായി പ്രവർത്തിക്കുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ. നിങ്ങൾ ഇസ്രായേലിൽ പോയിട്ടുള്ളവര്, ഹോളി ലാൻഡിൽ പോയിട്ടുള്ളവർ കണ്ടു കാണും. ഇതിന്റെ ഈ ഭിത്തിയില് മോശയുടെ ന്യായപ്രമാണം സൂക്ഷിച്ചിരിക്കുന്ന ഇടം സാധാരണ സിനഗോഗിലൊക്കെ ജെറൂസലം ദേവാലയത്തേക്ക് തിരിഞ്ഞാണ് വെക്കുക. പക്ഷെ ഈ വീടില് മോശയുടെ ന്യായപ്രമാണം വെച്ചിരിക്കുന്നത് ഗൊൽഗോത്ത, ഗാൽഗരിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ്. അതൊരു പ്രധാനപ്പെട്ട തെളിവാണ്. അതായത് ഇത് യഹൂദ മതത്തിലും ക്രിസ്ത്യാനികളായി ഉപയോഗിച്ചിരുന്ന സിനഗോഗാണ്. ദാവീദിന്റെ കബറിടത്തിന് തൊട്ട് മുകളില് ആ 2 നില കെട്ടിടം, അതിനകത്ത് മോശയുടെ ന്യായപ്രമാണം വെച്ചിരിക്കുന്നത് ദേവാലയത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന തരത്തിലല്ല, കാൽവരിലേക്ക് തിരിഞ്ഞിരിക്കുന്ന തരത്തിലാണ്.
ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ പള്ളിയായി ഇത് പ്രവർത്തിച്ചിരുന്നുവെന്നാണ് അതിന്റെ അർത്ഥം. ഞാനൊന്ന് ആവർത്തിക്കുക, ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ പള്ളി അതായിരുന്നു ഇത്. അതിനാൽ 5-ാം ശതകം മുതൽ ഇതിനെല്ലാ പള്ളികളുടെയും അമ്മയായ സിയോൻ എന്നാണ് വിളിച്ചിരുന്നത്. ഈ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 120 പേർക്ക് സമ്മേളിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലം, വീട്, 120 പേര് എന്ന് പറയുന്നത് ഒന്നും തന്നെ വൈരുദ്ധ്യമല്ല. എങ്കിലും പത്രോസ് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചത് 120 പേരോടല്ല. അത് മത്യാസിനെ തെരഞ്ഞെടുക്കാനുള്ള ആ തെരഞ്ഞെടുപ്പാണ് 120 പേരോട്. പെന്തക്കോസ്തായിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചത് വളരെ വലിയൊരു ജനക്കൂട്ടത്തോടാണ്. പെന്തക്കോസ്ത തിരുനാളില് അക്കാലത്ത് 1 ലക്ഷം തൊട്ട് 1.5 ലക്ഷം പേരെങ്കിലും പങ്കെടുത്തിരുന്നു. 1.5 ലക്ഷം പേര്. അവരില് ഒരു 15,000 തൊട്ട് 30,000 പേരെങ്കിലും പത്രോസിന്റെ പ്രസംഗം കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം 3,000 പേര് അന്ന് തന്നെ മാമോദിസം സ്വീകരിച്ചു. അപ്പൊ ഒരു 30,000-ഓളം വരുന്ന ഒരു ജനക്കൂട്ടത്തിൽ ഒരു 10% വചനപ്രഘോഷണം കേട്ട് മാനസാന്തരപ്പെടുക. അങ്ങനെയാണ് ഒരു കണക്ക്. ഇപ്പൊ യേശുവിന്റെ പ്രസംഗം കേട്ടിട്ടാണെങ്കിലും, പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ടാണെങ്കിലും, പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ടാണെങ്കിലും ഒരു 10%-ഓളം പേർക്കാണ് വചനം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് പലപ്പോഴും. അപ്പോൾ ഒരു 15,000 തൊട്ട് 30,000 പേരെങ്കിലും ഉള്ള ഒരു ജനക്കൂട്ടത്തോടാണ്, അതായത് പെന്തക്കോസ്ത തിരുനാൾ 1.5 ലക്ഷം പേര് വന്നിട്ടുണ്ടാകാം. അതിൽ 15 തൊട്ട് 30,000 വരെയുള്ള ഒരു ജനക്കൂട്ടത്തോടെ പത്രോസ് പ്രസംഗിക്കുന്നത്. അതിൽ 10%-ഓളം 3,000 പേര് അന്ന് മാമോദിസം സ്വീകരിച്ചു. ഈ വിശദാംശങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ എവിടെയാണ് പത്രോസ് പ്രസംഗിച്ചെന്ന് ചോദിച്ചാൽ അതിനുത്തരം ദേവാലയ മല എന്നാണ്. ദേവാലയ മല, ജെറുസലം ദേവാലയം പണിയപ്പെട്ടിരിക്കുന്ന മലയാണ് ദേവാലയ മല എന്ന് പറയണേ. അതിനെ വീട് എന്ന് പറയാറുണ്ട്. കാരണം വീടിന്റെ മല എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ദ മൗണ്ടൻ ഓഫ് ദ ഹൗസ്, വീടിന്റെ മല. അങ്ങനെയാണ് ഈ ദേവാലയ മലയെ ഇങ്ങനെ വിളിച്ചിരുന്നത്. അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് ദേവാലയ മലയാണ് സൂചിപ്പിക്കുന്നത്. ഹീബ്രുവിൽ വീടിന്റെ മല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന് ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന വാക്ക് ഹാർ ഹബൈറ്റ് എന്നാണ്. ഹാർ ഹബൈറ്റ്, ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൗസ്, ഹബൈറ്റ് ആ വീട്. ഹർ എന്ന് വെച്ചാൽ മൗണ്ടൻ ഹൗസ് എന്നാണ് പറയണേ. അതാണ് പരമ്പരാഗത ശൈലി. ദൈവത്തിന്റെ വീട് എന്ന് ദേവാലയത്തെ വിശേഷിപ്പിക്കാറുണ്ടല്ലോ, ആ അർത്ഥത്തിലാണ് ദേവാലയത്തെ വീടിന്റെ മല, ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന മലയെ വീടിന്റെ മല എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വീട് ദേവാലയം എന്ന അർത്ഥത്തിൽ. അപ്പോ വീടിന്റെ മല, ദൈവത്തിന്റെ വീടാണ് ദേവാലയം. ആ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് മലയിലാണ്. അപ്പോൾ വീടിന്റെ മല എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോ ആ ദേവാലയം മലയുടെ ആ പ്രദേശത്ത് വെച്ചിട്ടാണ് പത്രോസ് പ്രസംഗിക്കണേ. കൂട്ടത്തിൽ വേറെ ഒരു കാര്യം കൂടി ഓർക്കണം. അഗ്നിനാവുകൾ വലിയ മാളിക മുറിയിൽ നിറഞ്ഞു എന്നല്ല, വീട് മുഴുവൻ നിറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. വലിയ മാളിക മുറിയിൽ നിറഞ്ഞു എന്നല്ല, വീട് മുഴുവൻ. 35 ഏക്കർ വിസ്തീർണമുള്ള ദേവാലയ മലയുടെ തെക്കേ അറ്റത്തുള്ള വിശാലമായ പടിക്കെട്ടുകളുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഞാനതിന്റെ ഫോട്ടോ, എനിക്കിപ്പോ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്ന ഒരു വീഡിയോ അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാമായിരുന്നു. എന്റെ പുസ്തകത്തിലൊക്കെ അതിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വിശാലമായ പടിക്കെട്ടുകളുണ്ട്. രാജകീയ നടപ്പുര എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ഈ റോയൽ സ്റ്റോവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ട്, അതായത് പൊതുജനങ്ങൾക്ക് സമ്മേളിക്കാൻ വേണ്ടി മഹാനായ ഹെറോദസ് നിർമ്മിച്ച രാജകീയ നടപ്പുര, അതിനെയാണ് ഈ വലിയ പടിക്കെട്ടുകൾ എന്ന് പറയണേ. അങ്ങനെ ഇപ്പൊ നമ്മള് പടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് ഒരു സ്റ്റേഡിയം പോലെയൊക്കെ ഇരിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് പത്രോസ് നിൽക്കുന്നത്. അപ്പൊ ദേവാലയ മലയിലേക്ക് ഈ വലിയ മാളിക മുറിയിൽ നിന്ന് ആകെ 750 മീറ്ററേ ഉള്ളൂ. അപ്പൊ അത്രയും സ്ഥലത്തെ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ഈ പടിക്കെട്ടുകളിൽ. അവിടെയാണ് 10-15,000 പേര് 15 തൊട്ട് 30,000 പേര് സമ്മേളിച്ചിരിക്കുന്നതും പത്രോസ് പ്രസംഗിക്കുന്നതും. അപ്പൊ ഈ ഒരു സ്ഥലത്ത് ഒരു വീട്, ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ദേവാലയ മലയെയാണ് വീടെന്ന് പറയണേ, അല്ലാതെ 120 പേര് സമ്മേളിച്ച ആ മാളിക മുറി മാത്രമല്ല. അപ്പൊ ഈ പറഞ്ഞ അതേസമയം 120 പേർക്ക് സമ്മേളിക്കാൻ ഈ വലിയ മാളിക മുറിയുടെ വിവിധ സ്ഥലങ്ങൾ മതിയായിരുന്നു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വിശദാംശങ്ങളും ചരിത്രത്തോട് അങ്ങേയറ്റം നീതി പുലർത്തുന്നതാ. വെറും ഭാവനയിൽ നിന്ന് എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ല, ചരിത്രത്തിൽ കൃത്യമായി സംഭവിച്ച കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഓർക്കണം. പലപ്പോഴും ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇതൊക്കെ അതിശയോക്തി കലർത്തി എഴുതിയിരിക്കുന്നു, ഇവിടെ നിന്ന് എത്ര പേർക്ക് നിൽക്കാൻ പറ്റില്ല എന്നെല്ലാം തരത്തിൽ അച്ഛന്മാര്, പ്രത്യേകിച്ച് പ്രൊഫസേഴ്സ് പറയും. അവർ ചരിത്രപരമായിട്ടും പിന്നെ പുരാവസ്തുപരമായിട്ടും പഠിക്കാത്തത് കൊണ്ടും വചനത്തിൽ വിശദിക്കാത്തത് കൊണ്ടുമാണ് അവരങ്ങനെ പറയുന്നത്. നമ്മൾ അവരല്ല കേൾക്കേണ്ടത്. ഈ
ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ദാസിയാണ്. വിശ്വാസത്തെ കുറച്ചൊരു ആഴപ്പെടുത്താനാണ് ദൈവശാസ്ത്രം, വിശ്വാസത്തെ ഇല്ലാണ്ടാക്കാനല്ല. അതുകൊണ്ട് വിശ്വാസത്തെ ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യവും ഏത് ദൈവശാസ്ത്രജ്ഞൻ പഠിപ്പിച്ചാലും നിങ്ങൾ അംഗീകരിക്കരുത്. ഞാന് സെമിനാരി പഠിക്കുന്ന സമയത്തും മാസ്റ്റേഴ്സിന് പോയപ്പോഴും ഡോക്ടറേറ്റിന് പോയപ്പോഴും എന്റെ പ്രൊഫസർമാർക്ക് എന്നെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ വിദ്യാർത്ഥിയായിരുന്നെങ്കിലും എന്നെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അത് ഇന്റർനാഷണൽ പ്രൊഫസേഴ്സിനും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ആളുകള് മാസ്റ്റേഴ്സിനും ഡോക്ടറേറ്റിനും ക്ലാസ്മേറ്റ്സ് ഉള്ള ആളുകളും ചിലപ്പോൾ വീഡിയോ കേൾക്കുന്നുണ്ടാവുമല്ലോ, ഞാൻ പേരുകൾ പറയുന്നില്ല. പ്രൊഫസർമാർക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇന്റർനാഷണൽ പ്രൊഫസേഴ്സിന് ന്യൂജറം ബിബ്ലിക്കൽ കമന്ററിയിൽ എഴുതിയിരിക്കുന്ന ഇന്റർനാഷണൽ കമന്ററിയാണ്, അതിനകത്ത് കമന്ററി എഴുതിയിരിക്കുന്ന ഒരാൾ എന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര ബഹുമാനമായിരുന്നു, അതേസമയം ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അദ്ദേഹം ഹീബ്രുവിലും ഉഗാരട്ടുകളൊക്കെ ഭയങ്കര വലിയ അതോറിറ്റി ആയിരുന്നു. ലോകത്ത് തന്നെ 6 ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. എങ്കിലും ഞാൻ ക്ലാസ്സിലുള്ളപ്പോൾ അദ്ദേഹം പിന്നീട് എന്റെ പുസ്തകം ഉപയോഗിച്ചിട്ട് ഫിലിപ്പൈൻസിൽ സെമിനാരിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. എന്നെ അവിടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, ഈ ഗ്രന്ഥകർത്താവിനെ പരിചയപ്പെടുത്താൻ. പക്ഷെ അദ്ദേഹം അപ്പോഴേക്കും മരിച്ചുപോയി. അതുപോലെ തന്നെ മറ്റൊരു വലിയ പണ്ഡിത്, ഇപ്പോൾ അദ്ദേഹം ഉണ്ട്, 100 വയസ്സായി അദ്ദേഹത്തിന്. എന്നാലും ഫ്രാൻസിൽ നിന്നുള്ള ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം. ഞാൻ ക്ലാസ്സിലില്ലാത്തപ്പോൾ പതുക്കെ ഞോണ്ടും, തോമസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയും. ഞാൻ ക്ലാസ്സിലുണ്ടെങ്കിൽ അക്ഷരം പറയില്ല, കാരണം ഞാൻ തെളിവുകളുമായി ചെല്ലും. ഇത് സെമിനാരിലും അങ്ങനെ തന്നെയായിരുന്നു. സഭയ്ക്ക് വിരുദ്ധമായിട്ട് പഠിപ്പിച്ചാൽ അച്ഛന്മാരെ ഞാൻ പതുക്കെ ചോദ്യം ചെയ്യും. അതായത് സഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമായി പഠിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല. അങ്ങനെ പഠിപ്പിക്കുന്നവരോട് ഞാൻ ചോദ്യം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതാണ് ശരിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. സഭയുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനല്ലാതെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് ദൈവശാസ്ത്രം വേണ്ട. കാരണം സഭയുടെ വിശ്വാസം പറയുന്നത് കർത്താവീശോമിശിഹായിൽ നിന്നും സഭാപിതാക്കന്മാരിലും സ്നേഹന്മാരിലും സഭാപിതാക്കന്മാരിലും വരുന്നതാ. അതിനെ നശിപ്പിക്കാൻ ഉള്ളിൽ നിൽക്കരുത്. ഇപ്പോ നിങ്ങൾ പുറത്തു പോയിക്കൊന്ന ഉള്ളിൽ നിന്ന് എന്തിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല, എന്റെ കഴിവനുസരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പെന്തക്കോസ്തായിൽ നടന്നത് മുഴുവൻ അതിശയോക്തിയാണ്, അത്യുക്തിയാണ്, ഇതൊന്നും അങ്ങനെ സംഭവിച്ചിരിക്കില്ല എന്നൊക്കെ ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. അത് കേൾക്കരുത് അല്ലെങ്കിൽ വിശ്വസിക്കരുത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം വിശദാംശങ്ങൾ പറഞ്ഞത്. ഇനി നമുക്കതിന്റെ ഈ പെന്തക്കോസ്തയിലെ വിശദാംശങ്ങളിൽ പോകാം. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ, ഈ 50-ാം ദിവസം കൊടുങ്കാറ്റടിക്കുന്നത് പോലെ സ്നാപയോഹന്നാന്റെ സ്നാനമല്ല, പരിശുദ്ധാത്മന്റെ അഭിഷേകമാണ് തന്റെ ശിഷ്യന്മാർക്ക് ലഭിക്കുക എന്ന് യേശു വെളിപ്പെടുത്തിയിരുന്നു. സ്ലീഹന്മാർ നടപടി 1:5 ഇല്ലേ? ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്ന, ഉന്നതത്തിൽ നിന്ന്. ഇത് മനസ്സിലാകാത്ത ഒരു വിഭാഗമാണ് പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, ക്രിസ്റ്റഡൽഫിയൻസ്, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, ദൈവസഭക്കാര്, യഹോവ സാക്ഷികൾ കൂട്ടരൊക്കെ. എന്താ കാര്യം? അവര് വിചാരിക്കുന്നത് പമ്പയിലെ വെള്ളത്തിലേക്ക്, ഇല്ലേ, പമ്പയിലും പെരിയാറിലും മുങ്ങുന്നതാണ് മാമോദിസ. ഈ അയ്യപ്പനിലേക്കും പിന്നെ പെരിയാറിലേക്കൊക്കെ മുങ്ങുന്നതാണ് മാമോദിസ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുക എന്നാണ് കർത്താവ് ശംശിക പറഞ്ഞത്. സ്നാപയോഹന്നാന്റെ സ്നാനമാണ് പുഴയിലേക്കുള്ളത്. ക്രിസ്ത്യാനികൾക്കുള്ള സ്നാനം മുകളിൽ നിന്നാണ്. നമ്മുടെ സഭയിലെ മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നതിന് വലിയൊരു അർത്ഥമുണ്ട്. കർത്താവിന്റെ പാർശ്വത്തിൽ നിന്നും വരുന്ന ജീവജലമാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ കർത്താവിന്റെ കുരിശിന് താഴെയാണ് കൊച്ചിനെ പിടിക്കുന്നത്. അവിടുന്ന് മുകളിൽ നിന്നാണ് വെള്ളം വീഴുന്നത്, കർത്താവിന്റെ വിലാവിൽ നിന്ന്. ആ ഉന്നതത്തിൽ നിന്നുള്ള അഭിഷേകമാണ്, ഉന്നതത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ ആവാസമാണ്. ആ ആവാസത്തിന് അഭിഷേകം എന്ന് പറയണേ, അതാണ് ശിഷ്യന്മാർക്ക് ലഭിക്കുക. ഈ കൊടുങ്കാറ്റും അഗ്നിയും എന്ന് പറയുന്നതിന് വേറൊരർത്ഥമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സ്വർഗീയ ഉത്ഭവം, സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൽ നിന്നാണ് വരുന്നതെന്നാണ് പറഞ്ഞൊരർത്ഥം. നോക്കൂ, കർത്താവ് അഗ്നി പോലെ വരും, അവിടുത്തെ രഥം ചുഴലിക്കാറ്റ് പോലെ വരും എന്ന് യെശയ്യാ 66:15 പറഞ്ഞിട്ടുണ്ട്. അത് സത്യമായി ഭവിക്കുകയാണ്. നോക്കൂ, കർത്താവ് അഗ്നി പോലെ വരും, അവിടുത്തെ രഥം ചുഴലിക്കാറ്റ് പോലെ വരും എന്ന് യെശയ്യാ പറഞ്ഞത് യുഗാന്തകാൽ സംഭവിക്കുമെന്ന് പറഞ്ഞത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കൊടുങ്കാറ്റിന്റെ ഇരമ്പലും അഗ്നിജ്വാല പോലുള്ള ദൃശ്യവും പരിശുദ്ധാത്മാവിന്റെ വരവനെ വല്ലാതെ നാടകീയമാക്കുന്നുണ്ട്, ഡ്രാമാറ്റിക് ആക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം 696. പുറപ്പാടിന്റെ സന്ദർഭത്തില് സീനായ് മലയില് യാഹ്വേ അഗ്നിയിൽ ഇറങ്ങി വന്നതുപോലെ, പുറപ്പാട് 19:16-19. ഇപ്പോൾ സിയോൻ മലയില് അത്യുഗ്ര ശബ്ദത്തിലും അഗ്നിയിലും ആത്മാവ് വരുന്നു. ആ പരിശുദ്ധാത്മാവ് അവിടെ സമ്മേളിക്കുന്നവരുടെ മേൽ ആവസിക്കുന്നുവെന്നാണ് അഗ്നിജ്വാല പോലെ പിളരുന്ന നാവുകൾ എന്ന് വ്യക്തമാക്കുന്നത്. പരിശുദ്ധാത്മാവ് അവിടെ സമ്മേളിച്ചിരിക്കുന്നവരുടെ മേൽ ആവസിക്കുന്നു.
അതിനെയാണ് അഗ്നിജ്വാല പോലെ പിളരുന്ന നാവുകൾ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ ഈ അഗ്നിജ്വാല പോലെ നാവുകൾ എന്ന് പറഞ്ഞതിന് മോശ സീനായ് മലയിൽ വെച്ച് ദൈവകൽപ്പനകൾ സ്വീകരിച്ചപ്പോൾ കാറ്റും തീയും തീനാവുകൾ ഉണ്ടായി എന്ന് അലക്സാണ്ട്രിയയിലെ ഫിലോ എന്ന് പറയുന്ന ഹീബ്രു ഗ്രീക്ക് തത്വജ്ഞാനത്തെ സമ്മേളിപ്പിച്ച ഒരാളാണ് അലക്സാണ്ട്രിയയിലെ ഫിലോ. ഏതാണ്ട് യേശുവിന്റെ സമകാലികനാ. അദ്ദേഹം പറയുന്നുണ്ട്, ഈ മോശ സീനായ് മലയിൽ വെച്ച് ദൈവകൽപ്പന സ്വീകരിച്ചപ്പോൾ കാറ്റ്, തീനാവുകൾ ഉണ്ടായി. പുതിയ ഉടമ്പടിയുടെ നിയമമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴും കാറ്റും തീയും തീനാവുകൾ ഉണ്ടാകുകയാണ്. അതായത് ദൈവം വെളിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇവർക്ക്. ദൈവം വെളിപ്പെടുമ്പോൾ, ദൈവാത്മാവ് മനുഷ്യരിൽ നിറയുമ്പോൾ അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. നമുക്ക് ശരിക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായാൽ നമ്മൾ കാറ്റായും തീയായും തീനാവുകളായിട്ട് മാറില്ലേ? മാറും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നന്നായിട്ട് ഒരു പ്രസംഗം പറഞ്ഞാൽ ജനങ്ങൾ മൂവ്ഡ് ആവും. ഇപ്പൊ നമ്മള് ഈ കരിസ്മാറ്റിക്കിന്റെ ഒരു നല്ല വശം അവിടെയാണ്. അതായത് പ്രാർത്ഥനയും പാട്ടും ഒക്കെ ആയിട്ടൊരു ദൈവിക അന്തരീക്ഷം സൃഷ്ടിക്കുകയും നല്ല വചനപ്രഘോഷം കേൾക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് മാറ്റം വരികയാണ്. ആ മാറ്റം ശാശ്വതമായി മാറ്റമാകുമോ ഇല്ലെന്ന കാര്യം അറിയാം, അത് വേറെ കാര്യം. എങ്കിലും സംഗീതം, പിന്നെ സ്തുതിപ്പ്, നല്ല വചനപ്രഘോഷണം, ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളൊരു സ്വർഗീയ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. അപ്പോ കാറ്റായും അഗ്നിയായും തീനാവുകളായും നമുക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ മാറിപ്പോവുകയാണ്, മാനസാന്തരം വരികയാണ്. അങ്ങനെ എത്രയോ വലിയ മാനസാന്തരങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എത്രയോ വിജാതിര് മാനസാന്തരപ്പെട്ടിരിക്കുന്നു. മുസ്ലിംസും ഹിന്ദുക്കളും മാനസാന്തരപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യാനികൾ മാനസാന്തരപ്പെട്ടിരിക്കുന്നു. അതൊരു ദൈവാനുഭവമാണ്. കാറ്റിന്റെയും അഗ്നിയുടെയും അഗ്നിനാവുകളുടെയും ഒരു അനുഭവം നമ്മിൽ തന്നെ അനുഭവിക്കുകയാണ്. നമുക്കങ്ങനെ ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അത് തടഞ്ഞു നിർത്താൻ പറ്റാത്തത്. ആത്മാവ് കാറ്റും തീയുമായി മനുഷ്യരെ ഇളക്കി മറിക്കുന്നു, ലോകത്തെ കീഴടക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. വാസ്തവത്തിൽ ഇത് വാക്കുകളല്ല, അനുഭവമാണ്. ഇത് അനുഭവിച്ചറിഞ്ഞവർക്ക് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാം. നമുക്കത് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. സൂര്യന്റെ ചൂടും വെളിച്ചമില്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ ഉണ്ടാകുമോ? ജീവൻ നിലനിൽക്കുമോ? ഇല്ല. അപ്പോൾ സൃഷ്ടിയുടെ തോഴനായിട്ടാണ് അഗ്നി അറിയപ്പെടുന്നത്, ചൂടും വെളിച്ചവും. ബൈബിളിന്റെ വീക്ഷണത്തില് സ്രഷ്ടാവിന്റെ തോഴനാണ് പരിശുദ്ധാത്മാവൻ അഗ്നി. അപ്പൊ ഇവിടെ ഈ സർഗാത്മക ശക്തിയായ പരിശുദ്ധാത്മാവ് പുതുജീവൻ നൽകുന്ന അഗ്നിയായി, ജീവൻ നിലനിൽക്കണമെങ്കിൽ അഗ്നി വേണമല്ലോ, ഈ പുതുജീവൻ നൽകുന്ന അഗ്നിയായി പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ വരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ചുരുക്കത്തില് പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റിന്റെയും തീയുടെയും അകമ്പടിയോടെ പറന്നിറങ്ങുന്നു. കാറ്റ് അതിൽ ഇഷ്ടമുള്ളിടത്ത് വീശുന്നു എന്ന് യേശു നിക്കോദെമസിന് പറഞ്ഞിരുന്നു, യോഹന്നാൻ 3:8. അത് സത്യമായി ഭവിക്കുകയാണ്. ചുരുക്കത്തിൽ ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും അവൻ സ്നാനപ്പെടുത്തും എന്ന് സ്നാപയോഹന്നാൻ ഈശോയെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് സത്യമായി ഭവിക്കുകയാണ് പെന്തക്കോസ്തായില്. മത്തായി 3:11 സ്നാപയോഹന്നാന്റെ പ്രഭാഷണം. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ മുക്കുന്നു, അവൻ ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം നൽകും. ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും അത് പൂർത്തിയാവുകയാണ്, നിവൃത്തിയാവുകയാണ് പെന്തക്കോസ്തായില്. അതിനാൽ 2:4 പറയാണ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പുതിയ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ കൽപ്പനകളല്ല, പരിശുദ്ധാത്മാവെന്ന ദാനമാണ്. കൽപ്പനകളെ റദ്ദ് ചെയ്തിട്ടില്ല, പക്ഷെ പുതിയ ഉടമ്പടിയുടെ വ്യവസ്ഥ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവെന്ന ദാനമാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശമല്ല, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധ റൂഹായാണ് നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ, അഗ്നിജ്വാലകൾ പോലെ എന്ന വാക്കോട് ഉപയോഗിച്ചത് വളരെ പ്രധാനപ്പെട്ടതാ. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ, അഗ്നിജ്വാലകൾ എന്ന പോലെ, അഗ്നിജ്വാലകളല്ല, കൊടുങ്കാറ്റല്ല, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ, അഗ്നിജ്വാലകൾ പോലെ എന്നെല്ലാം ഇങ്ങനെ ഒരു വാക്ക് ചിത്രത്തോട് അവതരിപ്പിച്ചിരിക്കുന്നത് ഏത് യാഥാർത്ഥ്യമാണ്? അതായത് പരിശുദ്ധാത്മാവെന്ന യാഥാർത്ഥ്യമാണ് അവരിൽ വന്ന് ഇറങ്ങിയത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ, അഗ്നിജ്വാലകൾ പോലെ എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് വളരെ വ്യക്തമായി മറയില്ലാതെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവാണ് അവരിലേക്ക് വന്നത്, കാറ്റല്ല, അഗ്നിയല്ല. കാണപ്പെടുന്ന അടയാളമായിരുന്നു കാറ്റും അഗ്നിയും, കാണപ്പെടാത്ത യാഥാർത്ഥ്യമാണ് പരിശുദ്ധാത്മാവ്. അപ്പോ
അദൃശ്യമായ പരിശുദ്ധാത്മാവിനെ ദൃശ്യമായ കാറ്റിന്റെയും അഗ്നിയുടെയും രൂപത്തിൽ വർഷിക്കുകയാണ്. ഇതുകൊണ്ടാണ് നമുക്ക് ഇല്ലേ, നമ്മൾ കുർബാനയ്ക്കും കൂദാശകൾക്കും തിരി കത്തിക്കും, അഗ്നിയുടെ അകമ്പടി. അതുപോലെ ചില കൂദാശകൾക്ക് നമ്മൾ വെള്ളം വേണം. അപ്പൊ ഈ ദൃശ്യമായ അടയാളങ്ങളിലൂടെ ദൈവത്തിന്റെ ജീവനായ പരിശുദ്ധാത്മാവിനെ പകരുന്ന ആ സംഭവത്തെയാണ് കൂദാശ എന്ന് ബൈബിൾ വിളിക്കുന്നത്. ഇത് പെന്തക്കോസ്തായിൽ സംഭവിച്ചതാണ്. പെന്തക്കോസ്തായിലെ കൂദാശയാണ് സംഭവിച്ചത്. പരിശുദ്ധാത്മാവെന്ന യാഥാർത്ഥ്യമാണ് വന്നത്. പക്ഷെ കാണപ്പെട്ടത് കാറ്റിന്റെയും അഗ്നിയുടെയും രൂപമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഈ കാറ്റും അഗ്നിയൊക്കെ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നുവെന്ന്. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നുവെന്ന് നമ്മൾ പറഞ്ഞു. കത്തുന്ന മുൾപ്പടർപ്പിലാണ് ദൈവം തന്റെ നാമം വെളിപ്പെടുത്തിയത്. പുറപ്പാട് 3:14. ഈ കത്തുന്ന മുൾപ്പടർപ്പ്, ആ കത്തുന്ന മുൾപ്പടർപ്പായ ദൈവപിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്നാണ് അഗ്നി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ 15:26. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ റൂഹ. പിതാവ് കത്തുന്ന മുൾപ്പടർപ്പാണ്. അപ്പൊ കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് യോഹന്നാൻ 15:26 അഗ്നി പോലെയാണ് കാണപ്പെടുന്നത്. പിതാവും പുത്രനും ഒന്നായതുകൊണ്ട് യോഹന്നാൻ 10:30 പരിശുദ്ധ തൃത്വത്തിന്റെ മടിയിൽ നിന്ന് പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു എന്ന് പറയാം. അതിനാൽ ലോകത്തിന്റെ ചാലക ശക്തിയായി സഭയെ പിന്നിൽ നിന്നും ഉള്ളിൽ നിന്നും തള്ളുന്നതും മുന്നിൽ നിന്ന് വലിക്കുന്നതും നയിക്കുന്നതും പരിശുദ്ധ റൂഹയാണ്. ആ പരിശുദ്ധ റൂഹയാണ് അവർക്ക് ലഭിച്ചത്. ചുരുക്കത്തില് പുതിയ ഉടമ്പടിയുടെ, പല പ്രാവശ്യം ഞാൻ ചുരുക്കം എന്ന് പറയണേ, ഇപ്പൊ ചുരുക്കം. പുതിയ ഉടമ്പടിയുടെ സ്ഥാപക ദാനമാണ് പരിശുദ്ധ റൂഹ. ക്രിസ്തീയ സമുദായം എന്ന ശരീരത്തെ ജീവസുറ്റതാക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സ്നാപയോഹന്നാൻ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു. ലൂക്ക 1:15. എന്നിട്ടാണ് ശിശുമാമോദീസ പോലും വേണ്ടെന്ന് പറഞ്ഞ് നടക്കണേ പെന്തക്കോസ്തക്കാര്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ് സ്നാപയോഹന്നാൻ. അത്യുന്നത ദൈവത്തിന്റെ ശക്തിയായി പരിശുദ്ധാത്മാവ് മറിയത്തെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ആവരണം ചെയ്ത് പൊതിഞ്ഞു. ലൂക്ക 1:35. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. ലൂക്ക 1:41. സ്നാപകന്റെ പിതാവായ സക്കറിയാസ് ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ നാവിന്റെ കെട്ടഴിഞ്ഞു. ലൂക്ക 1:67. മാമോദീസായ്ക്ക് ശേഷം യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ റൂഹ പ്രാവിന്റെ ശാരീരിക രൂപത്തിൽ അവന്റെ മേൽ എഴുന്നള്ളി വന്നു. ലൂക്ക 3:21-22. അതോടെ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ ഈശോ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. ലൂക്ക 4:18. ആ സുവിശേഷത്തിലൂടെ ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ദൈവകൃപയുടെ ജൂബിലി വത്സരവും പ്രഖ്യാപിച്ചു. അതേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സഭയുടെ ഉദ്ഘാടന ദിവസം സ്ലീഹന്മാരിൽ നിറയുകയാണ്. യുഗാന്തത്തിൽ നൽകപ്പെടുമെന്ന് വിശ്വസിക്കപ്പെട്ട പരിശുദ്ധാത്മാവ്, സ്ലീഹന്മാർ നടപടി 2:17, ഇപ്പോൾ ശിഷ്യന്മാരിൽ നിറഞ്ഞിരിക്കുന്നു. യുഗാന്തത്തിൽ നൽകപ്പെടുമെന്ന് വിശ്വസിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ഇപ്പോൾ സ്ലീഹന്മാരിൽ നിറയുന്നു. ഉടനെ സംഭവിച്ചത് എന്താണ്? സ്ലീഹന്മാര് ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി. യേശു അയക്കുന്ന സത്യാത്മാവ് എനിക്ക് സാക്ഷ്യം വഹിക്കും, നിങ്ങളും സാക്ഷ്യം വഹിക്കുമെന്ന് ഈശോ പറഞ്ഞത് സത്യമായി ഭവിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ 15:26-27. ഞാനൊന്ന് ആവർത്തിക്കട്ടെ. ക്രിസ്തീയ സമുദായം എന്ന ശരീരത്തെ ജീവിപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ദ ഹോളി സ്പിരിറ്റ് is the soul of the body of the church. 1 കൊരിന്തോസ് 12:13. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നയിക്കുന്നതും സഭയുടെ നേതൃത്വത്തെ സത്യത്തിലേക്ക് നയിക്കുന്നതും അവളുടെ ജീവിതത്തെ കൂദാശകളിലൂടെ വിശുദ്ധീകരിക്കുന്നതും പരിശുദ്ധ റൂഹയാണ്. അതിനാൽ സഭ എന്നത്, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ തിരുസഭ എന്നത് വെറും ഒരു സംഘടനയല്ല, സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു സംഘടനയല്ല. മറിച്ച് അത് ഒരു ആരാധന സമൂഹവും അതിനേക്കാളേറെ രക്ഷയുടെ ഉപകരണവുമാണ്. കാരണം പരിശുദ്ധ റൂഹയാണ് സഭയെന്ന ശരീരത്തിന്റെ ആത്മാവ്. ആ ആത്മാവിൽ നിറഞ്ഞ് ഇല്ലേ, കൂദാശ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരല്ലോ. നമ്മൾ ഇല്ലേ, ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ പോരാ, കഴിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ പരിശുദ്ധ റൂഹായിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവിനുള്ള വളർച്ചയാണ് ആത്മീയത എന്ന് പറയണേ. പരിശുദ്ധ റൂഹായിലുള്ള വളർച്ച. അങ്ങനെ വളർന്ന്
നമ്മൾ തന്നെ കാറ്റായും അഗ്നിയായും അഗ്നിനാവുകളായും ഈ പ്രപഞ്ചത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്ന ചാലക ശക്തിയായ ആത്മാവിനോട് സഹകരിക്കുന്ന ആളുകളായും രൂപാന്തരപ്പെടട്ടെ. ഒരു പുതിയ പെന്തക്കോസ്ത നമുക്കിപ്പോ വേണം. അതിലൂടെയാണ് ഭാരതത്തെ മുഴുവൻ ഈ ആത്മാവിലേക്ക് നയിക്കാൻ, ആത്മാവിൽ നിറയാനായിട്ട് നയിക്കാൻ, അങ്ങനെ ലോകം മുഴുവനും അത് സംഭവിക്കാൻ, ഒരു പുതിയ പെന്തക്കോസ്ത സംഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം, ആത്മാവിന്റെ ആവാസത്തിനായി കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വത്തിക്കാൻ ഇടപെടാത്തത് എന്തുകൊണ്ട്? വത്തിക്കാൻ ഇതൊന്നും കാണുന്നില്ലേ? പുതിയ മാർപ്പാപ്പ വന്നിട്ട് എന്തേ ഒരു അനക്കവുമില്ലാത്തത്? ഇത്രമാത്രം ആധുനികമായ സംവിധാനങ്ങളുള്ള ഒരു ലോകത്ത് ഇവിടുത്തെ കാര്യങ്ങൾ വത്തിക്കാൻ അറിയാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നാം പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ അറിവില്ലായ്മയും ബാലിശമായ ചിന്തയൊക്കെ ആ ചോദ്യങ്ങളിലുണ്ട്. അതേസമയം അതിനകത്ത് നമ്മുടെ ഉത്കണ്ഠയും വേദനയും സങ്കടവും അമർഷവും രോഷവും ഒക്കെയുണ്ട്. എങ്കിലും വത്തിക്കാൻ ഇടപെടാത്തത് എന്തുകൊണ്ട് എന്നതിന് എന്റെ ഒരു നിഗമനം ഈ വട്ടോളിയുടെ രാജിക്കത്തില് പരോക്ഷമായിട്ടുണ്ട്. വട്ടോളി രാജിവെച്ചു. ഈ എവിടെ നിന്ന്, എന്തിൽ നിന്ന് എന്നൊന്നും ചോദിക്കരുത്. എവിടെ നിന്നോ രാജിവെച്ചു. അങ്ങനെ എവിടെ നിന്നോ രാജിവെക്കാനായിട്ട് അദ്ദേഹം 18 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതിൽ 6ാമത്തെ കാരണം, അതിന്റെ ഒരു ഭാഗം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഇന്ന് ഈ 6ാമത്തെ കാരണത്തിലെ 2ാമത്തെ ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? പുതിയ ചെറുപ്പക്കാരായ വൈദികർക്ക് കുർബാന ചൊല്ലാനുള്ള അവകാശം നിഷേധിച്ചും 17 കേസിൽ പ്രതിയായുള്ള വൈദികൻ ഉൾപ്പെടെ അതിരൂപതയെയും സംവിധാനങ്ങളെയും ഏത് രീതിയിലും നശിപ്പിക്കാനും താറുമാറാക്കാനും മനസ്സും കഴിവുമുള്ള ഒരു കൂട്ടം തെമ്മാടികളെ അതിരൂപത കേന്ദ്രത്തിൽ വിന്യസിപ്പിച്ചും സിനഡ് വിചാരിച്ച കാര്യം നടത്തിയെടുത്തു. കുറ്റം ചെയ്തവർ വലിയ സ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും യഥേഷ്ടം വിഹരിക്കുന്നു. പുതിയ തലമുറ വൈദികർക്കുള്ള സന്ദേശം വ്യക്തം. പരമാധികാരികളായ ഞങ്ങളുടെ കൂട്ടത്തിൽ നാണവും മാനവും ധാർമ്മികതയും മനസാക്ഷിയും പൂർണ്ണമായി വെടിഞ്ഞു നിൽക്കുക. എന്ത് കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് അധികാരത്തിന്റെയും സുഖഭോഗത്തിന്റെയും പരകോടിയിൽ വിരാജിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. ഈ ഒരു കാരണം കൊണ്ടാണ് വട്ടോളി പല കാരണങ്ങളിൽ ഒന്ന് രാജിവെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എവിടെ നിന്ന് രാജിവെച്ചു, എന്തിൽ നിന്ന് രാജിവെച്ചു എന്നൊന്നും ചോദിക്കരുത്. എവിടെ നിന്നോ അദ്ദേഹം രാജിവെച്ചു. അതിന് പല ന്യായങ്ങൾ നിരത്തുന്നു. നമുക്കിതൊന്ന് ഇദ്ദേഹത്തിന്റെ ന്യായങ്ങളും ഒന്ന് പരിശോധിച്ചാലോ? പുതിയ ചെറുപ്പക്കാരായ വൈദികർക്ക് കുർബാന ചൊല്ലാനുള്ള അവകാശം നിഷേധിച്ചു. നവവൈദികർക്ക് കുർബാന ചൊല്ലാനുള്ള, അതായത് ജനാഭിമുഖ കുർബാന ചൊല്ലാനുള്ള അവകാശം നിഷേധിച്ചെന്നാണ്. ഈ മാർപ്പാപ്പിയെ ധിക്കരിച്ച് ശീശ്മയിലേക്ക് പോവുക എന്നതും ഏകം സഭ എന്ന സ്വതന്ത്ര സഭ ഉണ്ടാക്കി സഭയുടെ സ്വത്ത് അടിച്ചു മാറ്റുക എന്ന നിഗൂഢ അജണ്ട പ്രവർത്തിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരും മുന്നേറ്റക്കാരും അതൊരു ശീലമാക്കിയപ്പോൾ സീറോ മലബാർ സഭയുടെ മെത്രാന്മാര് പരിചിത സിംഹാസനത്തിന് മുമ്പാകെ ഒരു നിർദ്ദേശം വെച്ചു. ഇനിയും പട്ടം കിട്ടാനിരിക്കുന്നവര് ഈ പാപ്പാവിരുദ്ധമായി പ്രവർത്തിച്ച് ശീശ്മയിലേക്ക് പോകാതിരിക്കാൻ ഒരു മുൻകരുതൽ വേണം. ഇനിയും പട്ടം സ്വീകരിക്കാൻ ഇരിക്കുന്നവര് മാർപ്പാപ്പി അനുസരിക്കാമെന്നും ഏകം സഭ എന്ന സ്വതന്ത്ര സഭയുടെ ഇല്ലിസിറ്റ് കുർബാനയല്ല സീറോ മലബാർ സഭ എന്ന കൽദായ സുറിയാനി സഭയുടെ സാധുവും നിയമാനുസൃതമായി കുർബാന ചൊല്ലാമെന്നും രേഖാമൂലം സത്യവാങ്മൂലം സമർപ്പിക്കണം. ഈ നിർദ്ദേശം റോമായിൽ നിന്ന് ഔദ്യോഗികമായി വ്യവസ്ഥയാക്കി തരണം. ഇങ്ങനെ ചെയ്താൽ വിമത ശല്യം കുറച്ചെങ്കിലും കുറയുമെന്ന് നമ്മുടെ മെത്രാന്മാർ ചിന്തിച്ചു. മെത്രാന്മാരുടെ വീക്ഷണം റോമയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. റോമ വിചാരിച്ചു നമ്മുടെ മെത്രാന്മാർ പറയുന്നതല്ലേ, നമ്മൾ സഹായിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച് റോമ അത് അംഗീകരിച്ചു. ഇതിനെയാണ് പുതിയ ചെറുപ്പക്കാരായ വൈദികർക്ക് കുർബാന ചൊല്ലാൻ അവകാശം നിഷേധിച്ചുവെന്ന് വട്ടോളി ആരോപിക്കുന്നത്. വാസ്തവത്തില് വത്തിക്കാനും ഇവിടുന്ന് മെത്രാന്മാർ നിർദ്ദേശം കൊടുക്കുകയും അത് വത്തിക്കാൻ അംഗീകരിച്ച് നവവൈദികരെ
പട്ടം കിട്ടണമെങ്കിൽ, നവവൈദികരാകണമെങ്കിൽ ആ ഡീക്കന്മാര് മാർപ്പാപ്പി അനുസരിക്കാമെന്നും സഭയുടെ കുർബാന ചൊല്ലാമെന്നും രേഖാമൂലം എഴുതി കൊടുക്കണം, സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന ഒരു വ്യവസ്ഥ വന്നു. സാധാരണ എല്ലാ വൈദികരും പട്ടം സ്വീകരിക്കുമ്പോൾ അങ്ങനെ ഒരു അനുസരണം വാഗ്ദാനം ചെയ്യുന്നതാണ്. പക്ഷെ അനുസരണം വാഗ്ദാനം ചെയ്ത ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് അനുസരിച്ചിട്ടേയില്ല, 60 കൊല്ലമായിട്ട് അനുസരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചത്. വിമത വൈദികരും മുന്നേറ്റക്കാരും മെത്രാന്മാരുടെ ഈ നീക്കം കണ്ട് അല്പം ഞെട്ടിപ്പോയി. മാർപ്പാപ്പി അനുസരിക്കാതെ, സീറോ മലബാർ സഭ അംഗീകരിച്ച കുർബാന ചൊല്ലാതെ കത്തോലിക്ക സഭയിൽ നിൽക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് അവർക്ക് വരികയായിരുന്നു. തങ്ങളുടെ നിഗൂഢ അജണ്ട പൊളിഞ്ഞു പോകുമെന്ന് അവർ മനസ്സിലാക്കി. അതിനാൽ എന്ത് വില കൊടുത്തും ഈ പുതിയ വൈദികരെ തങ്ങളുടെ ഏകം സഭയുടെ കൂട്ടായ്മ, ശീഷ്മ കൂട്ടായ്മയിലേക്ക് എത്തിക്കണമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തു. അവര് വീണ്ടും സമരങ്ങളുമായി, പ്രകടനങ്ങളുമായി ഇറങ്ങി. അപ്പൊ വീണ്ടും മെത്രാന്മാര് ചേർത്ത് പിടിക്കാൻ പോയി. നമ്മുടെ മെത്രാന്മാരുടെ ഒരു പ്രശ്നം ഇതാണ്. വാസ്തവത്തില് ഇവര് വത്തിക്കാനോടൊന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ തന്നെ കാനണിലോ അനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മെത്രാന്മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടി. അപ്പൊ വത്തിക്കാനോട് ഇടപെടുത്തുക, മാർപ്പാപ്പ കണ്ട് വീഡിയോ ചെയ്യിക്കുക, മാർപ്പാപ്പയുടെ കത്ത് എഴുതിക്കുക, അങ്ങനെ ചില സൂത്രപ്പണികളിലൂടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ധിക്കാരികളായ വൈദികരെ അനുസരിപ്പിക്കാമെന്ന് നമ്മുടെ മെത്രാന്മാര് ചില കുറുക്ക് വഴികൾ തേടുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവരുടെ നടപടികൾ സ്വീകരിക്കാത്തത്. ഇതെല്ലാം കുറുക്ക് വഴികളാ. മെത്രാന്മാര് ചെയ്യേണ്ട കാര്യം മാർപ്പാപ്പയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുക, പരിശുദ്ധ സിംഹാസനത്തോട് ചെയ്യിപ്പിക്കാൻ നോക്കുക, പൗരത്വ ത്രിസംഘത്തോട് ചെയ്യിക്കാൻ നോക്കുക. അങ്ങനെ ഇല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. ഇപ്പോഴും അത് തന്നെയാണ് വേണ്ടത്. ഇത് തന്നെയാണ് വത്തിക്കാൻ പറയുന്നതും. വത്തിക്കാൻ ഇടപെടാത്തതിന് കാരണം അതിലേക്ക് ഞാൻ വരികയാണ്. ഈ ശീഷ്മക്കാരെ ചേർത്ത് പിടിക്കാനായിട്ട് മെത്രാന്മാര് പോയി. ഈ ശീഷ്മക്കാരെ ചേർത്ത് പിടിച്ച് ശീഷ്മയിലേക്ക് പോവുക എന്നത് ഈയിടെയായി ചില മെത്രാന്മാരുടെ ശൈലിയായിട്ടുണ്ട്. ശീഷ്മക്കാരെ ചേർത്ത് പിടിച്ച് ശീഷ്മയിലേക്ക് പോകുക ചില മെത്രാന്മാര് തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പല സീനിയർ വൈദികരും, അതായത് സെമിനാറിലെ പ്രൊഫസർമാരായിരുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള വൈദികരും വിചാരിക്കുന്നത് നമ്മുടെ മെത്രാന്മാരിൽ കുറെ പേരെങ്കിലും ശീഷ്മയിലാണെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ ശീഷ്മയിലേക്ക് പോകാനുള്ള സാധ്യത മെത്രാന്മാരിൽ ഉണ്ട് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് പൗലോസ്ലീഹയാണ്. പൗലോസ്ലീഹ ക്രിസ്തുവർഷം ഏകദേശം 65 എഴുതിയൊരു ലേഖനമാണ് ക്രേത്തയിലെ മെത്രാനായിരുന്ന തീത്തോസിന്. ക്രിസ്തുവർഷം 65, ക്രിസ്തുവർഷം 67 പൗലോസ് മരിക്കുന്നത്. അതിന് 2 വർഷങ്ങൾക്ക് മുൻപ് ക്രേത്തയിലെ മെത്രാനായിരുന്ന യുവാവായിരുന്ന തീത്തോസിന് പൗലോസ് എഴുതിയ ലേഖനം, തീത്തോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങള് ഞാൻ വായിക്കുകയാണത്. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 പ്രാവശ്യം ബുദ്ധി ഉപദേശിച്ച ശേഷം അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ആലിംഗനം ചെയ്യുക, ചേർത്ത് പിടിക്കാന്നല്ല, അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 പ്രാവശ്യം ബുദ്ധി ഉപദേശിച്ച ശേഷം അവൻ മാറുന്നില്ലെങ്കിൽ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ. വിഭാഗീയത എന്ന ശീഷ്മ പ്രചരിപ്പിക്കുന്ന ക്രിസ്ത്യാനികളെ കൈകാര്യം ചെയ്യാനുള്ള അജപാലക പദ്ധതിയാണ് പൗലോസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് അവരുടെ പ്രവർത്തനങ്ങളുടെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരെ തിരുത്താൻ ശ്രമിക്കുക. രണ്ടാമത് താക്കീത് നൽകുക. തങ്ങളുടെ ദുർവാശിയിൽ അവർ ഉറച്ചു നിൽക്കുന്നെങ്കിൽ സഭയിൽ നിന്നും സഭയുടെ ലിറ്റർജിയിൽ നിന്നും അവരെ പുറത്താക്കുക. ഇത് യേശു തന്നെ മുന്നോട്ട് വെച്ച രീതിയാണ്. മത്തായിയുടെ സുവിശേഷത്തില് 18-ാമത്തെ അധ്യായം, സഭയെ സംബന്ധിച്ച പ്രഭാഷണത്തില് 18-ാമത്തെ അധ്യായം 15 മുതൽ 18 വരെ വാക്യങ്ങള് യേശു നിർദ്ദേശിച്ച രീതി പൗലോസ് നടപ്പാക്കി. 1 കൊരിന്ത്യർ 5:1-5 നടപ്പാക്കിയിട്ടുണ്ട്. 1 തിമോത്തി 1:19-20 കത്തോലിക്ക സഭയുടെ മതബോധനം 14:63 പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം മെത്രമാര് വായിച്ചിട്ടുണ്ടത്? ഒന്ന് വായിക്കണേ. ഇത് കർത്താവ് പറഞ്ഞ കാര്യം പൗലോസ് നടപ്പാക്കി. അത് നടപ്പാക്കാൻ തീത്തോസ് എന്ന് പറഞ്ഞ മെത്രാനോട്, യുവാവായ മെത്രാനോട് കൽപ്പിക്കുകയാണ് പൗലോസ്. ഇവിടെ ഭിന്നത, സഭയിൽ ഭിന്നത വരുത്തുന്ന ഉപയോഗിച്ചിരുന്ന വാക്ക്, അതിന്റെ ഗ്രീക്ക് വാക്ക് ഹൈററ്റിക്കോസ് എന്നാണ്. ഹൈററ്റിക്കോസ് ഹെററ്റിക് എന്ന് ഇപ്പൊ പറയില്ലേ,
വേദവിപരീതം, പാഷാണ്ഡത എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. ഹൈററ്റിക്കോസ് എന്നാണ് ഗ്രീക്ക്. വിഭാഗ്യത സൃഷ്ടിക്കുന്നവർ, വിഭാഗ്യതയ്ക്ക് കാരണമാകുന്നവർ എന്നെല്ലാമാണ് അതിനർത്ഥം. ഇതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ഹെററ്റിക് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ തർജ്ജമ ചെയ്യുന്നത് വേദവിപരീതം, പാഷാണ്ഡത പഠിപ്പിക്കുന്നവർ എന്നൊക്കെയാണ്. ഇടത്തൂട്ടുകാർ എന്നും പറയാറുണ്ട്. ഇടത്തൂട്ടുകാർ ദൈവനിഷേധി, ദൈവവിരോധി, മതവിരോധി എന്നീ അർത്ഥങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത്. സഭ അംഗീകരിച്ചിട്ടുള്ള വിശ്വാസ സംഹിതയെയോ അതിലെ ചില വകുപ്പുകളെയോ നിഷേധിക്കുന്നവരെയാണ് ഈ ഹെററ്റിക് എന്ന വാക്കുകൊണ്ട് പൗലോസ് ഉപയോഗിക്കുന്നത്, വിഭാഗീയത. ഇപ്പൊ നമ്മള് ഹെററ്റിക്കും സിസ്മാറ്റിക്കും തമ്മിൽ ചെറിയൊരു അന്തരം കാണും. സിസം എന്ന് പറഞ്ഞാൽ പിളർപ്പ്, സിസം, സ്കിസം എന്നും പറയും. സ്കിസം അല്ലെങ്കിൽ സിസം, പിളർപ്പ്, വിഭജനം എന്നാണ് അർത്ഥം. ഗ്രീക്കിലെ സ്കിസോ എന്ന വാക്കിൽ നിന്നാണ് സ്കിസ്മ അതിന്റെ നാമം, സ്കിസോ വെർബ്, ക്രിയ, അതിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ശീഷ്മ എന്നാണ് സഭയിൽ അത് അറിയപ്പെടുന്നത്. സ്കിസം അത് ഇങ്ങനെ പറഞ്ഞാണ് സ്കിസം അത് ശീഷ്മയായത്. തിരുസഭയുടെ ഐക്യതയ്ക്കെതിരായ പാപമാണ് ശീഷ്മ. അതായത് സഭയിലെ നിയമാനുസൃത അധികാരമായ മാർപ്പാപ്പയ്ക്ക് എതിരെയായുള്ള മാർപ്പാപ്പയുടെ അധികാരത്തെ നിഷേധിക്കുന്നത്. മാർപ്പാപ്പയുടെ അധികാരത്തെ നിഷേധിച്ച് സഭയുടെ ഐക്യതയ്ക്ക് തുരങ്കം വയ്ക്കുന്നത് ശീഷ്മ. സഭയിൽ ഭിന്നത, വിഭാഗ്യത സൃഷ്ടിക്കുന്നത്, സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് അത് വിഭാഗ്യ സൃഷ്ടിക്കുന്നത്, അത് ഹെററ്റിക്. ഇങ്ങനെയുള്ളവരെ 3 സ്റ്റെപ്പിലൂടെ കൈകാര്യം ചെയ്യണമെന്നാണ് പൗലോസിനെ പഠിപ്പിച്ചിരിക്കുന്നതും യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നതും. എന്താണ്? ഒന്ന് അവർ ബുദ്ധി ഉപദേശിക്കുക, 1 2 പ്രാവശ്യം. 2 താക്കീത് നൽകുക. അവർ ദുർവാശയിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ അവരെ സഭയിൽ നിന്നും സഭയുടെ ലിറ്റേറയിൽ നിന്നും പുറത്താക്കുക. പശ്ചാത്തപിച്ചാൽ തിരിച്ചെടുക്കുക. സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് ഈ തിരുവചനങ്ങളൊന്നും പരിചയമില്ല. കത്തോലിക്ക സഭയുടെ മതബോധനം അത്ര പരിചയമില്ല, കാനൻ ലോയും പരിചയമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കണ്ണടച്ചു വെച്ചിരിക്കുക. കരുണ 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 എന്നൊരു വാക്ക് മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ. കർത്താവ് സ്നേഹിക്കാനും പൊറുക്കാനോ പറഞ്ഞിരിക്കുന്നെന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ കർത്താവ് ഈശോമിശിഹ ആ 2 കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നും ഇവരുടെ വർത്താനം കേട്ടാൽ. അച്ചടക്കം എന്താണെന്നും അച്ചടക്കം ഉണ്ടാകാൻ എന്ത് ചെയ്യണമെന്നും കർത്താവ് ഈശോമിശിഹ പറഞ്ഞിട്ടുണ്ട്, പൗലോസിലേക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, സഭ പഠിപ്പിക്കുന്നുണ്ട് ഔദ്യോഗികമായി. അതിനുവേണ്ട സംവിധാനങ്ങൾ കാനൻ ലോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ മെത്രാന്മാർ ചെയ്യില്ല. ഇത് വത്തിക്കാന് ബോധ്യം വന്നു. മാത്രമല്ല, ഈ മെത്രാന്മാരെ നമ്പാൻ കൊള്ളില്ലെന്ന് വത്തിക്കാന് ബോധ്യപ്പെട്ടു. കാരണം മെത്രാന്മാർ പറഞ്ഞത് കേട്ട് ഓരോന്നും ചെയ്യാൻ പോയിട്ട് വത്തിക്കാൻ പുലിവാലി പിടിച്ചു. ഇവര് പറഞ്ഞിട്ടാണ് മാപ്പാപ്പയുടെ പ്രതിനിധി അയച്ചത്, സിറിൽ വാസിൽ പിതാവിനെ. ആ സിറിൽ വാസിൽ പിതാവ് പറഞ്ഞത് ഇവർ ചെയ്തോ? ചെയ്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ നാണം കെട്ടി തിരിച്ചയച്ചു. മാർപ്പാപ്പയെ നാണം കെട്ടത്തിന് തുല്യായി. പിന്നെയാണ് ഈ നവവൈദികരാകാൻ ആഗ്രഹിക്കുന്ന ഡീക്കന്മാരാകുന്ന സത്യവാങ്മൂലം അത് വാങ്ങിക്കാനായിട്ട് വത്തിക്കാന്റെ ഔദ്യോഗികമായ അറിയിപ്പ് കൊണ്ടുവരാൻ ഇവർ ആവശ്യപ്പെട്ടു. അത് ചെയ്തു. എന്നിട്ട് നടപ്പാക്കിയോ? നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല, നവവൈദികരുടെ കാര്യത്തില് മെത്രാന്മാർ വാക്ക് പാലിച്ചില്ലെന്ന് മാത്രമല്ല, തല തിരിഞ്ഞ് ചെയ്യുകയും ചെയ്തു. അപ്പോ കുറെ നാളത്തേക്ക് മെത്രാന്മാർ തന്നെ അവരുടെ സഭയെ നയിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് വത്തിക്കാൻ ചെന്നു. കാരണം ഇവിടുത്തെ മെത്രാന്മാർ പറഞ്ഞതൊക്കെ വത്തിക്കാൻ ചെയ്തു. പക്ഷെ വത്തിക്കാൻ പറയുന്ന കാര്യം ഇവിടുത്തെ മെത്രാന്മാർ ചെയ്യുന്നില്ല. വത്തിക്കാൻ തീരുമാനം അറിയിച്ചാലും ചെയ്യേണ്ടത്, നടപ്പാക്കേണ്ടത്, പ്രയോഗത്തിൽ നടപ്പാക്കേണ്ടത് ആരാ? മെത്രാന്മാരല്ലേ. അപ്പൊ ഇവിടുന്ന് മെത്രാന്മാർ ആവശ്യപ്പെടുന്നൊക്കെ വത്തിക്കാൻ ചെയ്തു കൊടുത്തു. പക്ഷെ വത്തിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മെത്രാന്മാർ ചെയ്തു കൊടുത്തില്ല. അപ്പോൾ ഇനി മെത്രാന്മാർ കുറച്ചു നാൾ ഇങ്ങനെ പോകട്ടെ, അവരെ നമ്പാൻ കൊള്ളുന്ന ഒരു സമയം വരുമ്പോൾ നമുക്ക് ഇടപെടാം എന്നൊരവസ്ഥയിലേക്ക് വത്തിക്കാൻ വന്നു. എന്തുകൊണ്ടാണ് വത്തിക്കാൻ ഇടപെടാത്തതെന്ന് തെളിവായി പറയണേ. മാർപ്പാപ്പ പറഞ്ഞിട്ടാണ്, ഇവര് പറഞ്ഞിട്ടാണ് മാർപ്പാപ്പ വീഡി സന്ദേശം വിട്ടത്. ആ വീഡി സന്ദേശം അനുസരിച്ച് നടപ്പാക്കേണ്ടത് ആരാണ്? മെത്രാന്മാരാണ്. അവർ ചെയ്തു. അത് ഈ നമ്മുടെ മെത്രാന്മാരുടെ ഒരു പ്രശ്നം ഞാൻ പറയാണ്. അതായത് മാർപ്പാപ്പ പറഞ്ഞാൽ അനുസരിക്കും എന്ന് എറണാകുളം അങ്കമാലി വിമത വൈദികരെ കുറിച്ച് ഇവർ ചിന്തിക്കുകയാണ്. മാർപ്പാപ്പ പറഞ്ഞ അനുസരിക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അനുസരിക്കാത്തവർക്കെതിരെ നടപടി എടുക്കേണ്ടത് ആരാ? മെത്രാന്മാര്. ആ നടപടി എടുത്ത് നോക്കിയേ. നമ്മുടെ ഇപ്പോഴത്തെ സഭാതലവും പറയുന്നത് മാർപ്പാപ്പയെ പോലെ അനുസരിക്കാത്ത ഞാൻ എന്ത് ചെയ്യുന്ന? അങ്ങോരോട് എനിക്ക് പറയാനുള്ളത്, രാജിവെച്ചപ്പോ കഴിവുള്ള ഒരാഴ്ച കൊണ്ടുപോവാ. 1 ആഴ്ച കൊണ്ട് പ്രശ്നം പരിഹരിക്കാം. 1 ആഴ്ച വേണ്ട, 1 ദിവസം മതി. ഒരൊറ്റ ദിവസം മതി പ്രശ്നം പരിഹരിക്കാൻ. എത്ര പ്രാവശ്യമാണ് ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും പേടിച്ച് വിറച്ചത്?
ഈ സമരത്തിന് ഇറങ്ങുമ്പോൾ പ്രതിഷേധവുമായിട്ട് അക്രമസക്തമായ സമരത്തിന് ഇറങ്ങുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് അത്രമാത്രം പേടിയുണ്ടെന്നല്ലേ? എന്തുകൊണ്ടാണ് സഭയെ സ്നേഹിക്കുന്നവർ അങ്ങനെ അക്രമാസക്തമായ സമരങ്ങൾക്ക് പോകാതെ? നമുക്ക് പേടിയില്ല. സത്യം വിജയിക്കും. ഇപ്പൊ കുറച്ചുനാൾ സത്യം സഹിച്ചാലും സത്യം വിജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ അക്രമസക്തമായ സമരങ്ങൾക്ക് പോകാത്തെ. എന്തുകൊണ്ടാണ് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത്, പിടച്ച പെണ്ണുങ്ങളുടെ മാർഗം സ്വീകരിക്കുന്നത്? അവർക്ക് പേടിയുണ്ട്. കാരണം അവർ നുണയിലാണ് ജീവിക്കുന്നത്. സത്യത്തിൽ ജീവിക്കുന്നവർക്ക് പേടിയുണ്ടാകില്ല. അവർ സഹിക്കാൻ തയ്യാറാകും. ദീർഘക്ഷമ എന്ന് പറയുന്നത് പ്രത്യാശ പ്രയോഗത്തിൽ ദീർഘക്ഷമയാണ്. നല്ല പ്രത്യാശയുള്ളവർക്ക് ദീർഘക്ഷമയുണ്ടാകും. സഹനശീലം എന്നും പറയും. ഈ സഹനശീലവും ദീർഘക്ഷമയെന്ന് പറയുന്നത് പ്രത്യാശയുള്ളവരുടെ ഗുണമാണ്. ഇതില്ലാത്തവർക്കാണ് സഹനശീലവുമില്ല, ക്ഷമാശീലവും ഇല്ല. ഇതാണ് വിമതരും മുന്നേറ്റക്കാരും. അവർ അക്രമത്തിലേക്ക് തിരിയാണ്. ആ അക്രമം കാണുമ്പോൾ അവർ ചേർത്ത് പിടിക്കാൻ പോകുകയാണ് മെത്രാന്മാര്. അവിടെയാണ് മെത്രാന്മാരുടെ ഈ അവർക്ക് പ്രത്യാശയില്ലാത്തത്. അക്രമികളെ ചേർത്ത് പിടിക്കാൻ പോകുമ്പോൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മെത്രാന്മാർക്ക് പ്രത്യാശ ഇല്ലെന്ന് വരും. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. എന്തുകൊണ്ടാണ് വത്തിക്കാൻ ഇടപെടാത്ത എന്നതിന് ന്യായമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ദൈവത്തിന്റെ രീതിയാണ് വത്തിക്കാൻ ചെയ്തത്. നമ്മൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ തീരെ അനുസരിക്കാണ്ട് ഇങ്ങനെ പാപത്തിൽ തന്നെ ജീവിച്ചാൽ എന്തുണ്ടാവും? എന്നാൽ കുറച്ചു നാൾ നീ പാപത്തിൽ അങ്ങ് ആവട്ടെ എന്ന് പാപത്തിന് വിട്ടുകൊടുക്കും, പിശാചിന് വിട്ടുകൊടുക്കും നമ്മളെ. അത് ഭയങ്കരമായ ഒരു ശിക്ഷയാണ്. എത്ര പറഞ്ഞിട്ട് നമ്മൾ പാപത്തെ പിന്തിരിയാൻ തയ്യാറല്ലെങ്കിൽ ദൈവം നമ്മെ പാപത്തിനങ്ങ് വിട്ടുകൊടുക്കും, പിശാചിന് വിട്ടുകൊടുക്കും. അത് ഭീകരമായ ശിക്ഷയാണ്. ഇതിനെയാണ് ഹൃദയകാഠിന്യം എന്ന് പറയണേ. മെത്രാമാരെ വഴിക്ക് വിട്ടിരിക്കുകയാണ് ദൈവവും വത്തിക്കാനും. കാരണം എന്താണ്? അവരെ ഇപ്പോൾ നമ്പാൻ പറ്റില്ല. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വത്തിക്കാൻ ചെയ്തു കൊടുത്തിട്ടും വത്തിക്കാൻ പറഞ്ഞ ഒരു കാര്യവും ഇവർ ചെയ്തു കൊടുത്തില്ല. എന്നാൽ നിങ്ങളുടെ സഭയുടെ കാര്യം നിങ്ങൾ കുറച്ചുനാൾ ചെയ്യേ. തീർച്ചയായിട്ടും നമുക്കതിൽ സങ്കടമുണ്ട്, വേദനയുണ്ട്, രോഷമുണ്ട്, അമർഷമുണ്ട്. പക്ഷെ നമ്മുടെ മെത്രാന്മാര് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകുന്നത് വരെ വത്തിക്കാൻ ഇടപെടാൻ പ്രയാസമുണ്ട്. കാരണം വത്തിക്കാൻ പറഞ്ഞാലും പ്രയോഗത്തിൽ നടപ്പാക്കേണ്ടത് മെത്രാന്മാരാ. നടപ്പാക്കൽ എല്ലാ സംഗതികളും അവരുടെ കയ്യിലുണ്ട്, പക്ഷെ ചെയ്യില്ല. എവിടെയോ എന്തോ അവരെ തടയുന്നു. വട്ടോളിയുടെ അടുത്ത ആരോപണം, 17 കേസിലെ പ്രതിയായുള്ള വൈദികൻ ഉൾപ്പെടെ അതിരൂപതയെയും സംവിധാനങ്ങളെയും ഏത് രീതിയിലും നശിപ്പിക്കാനും താറുമാറാക്കാനും മനസ്സും കഴിവുമുള്ള ഒരു കൂട്ടം തെമ്മാടികളെ അതിരൂപത കേന്ദ്രത്തിൽ വിന്യസിപ്പിച്ചും സിനഡ് വിചാരിച്ച കാര്യം നടത്തിയെടുത്തു. എനിക്ക് തോന്നുന്നു ഈ രാജിക്കത്തെ എഴുതിയത് ഈ പഴയ കൂരിയായെ, ഇവർ ക്രിമിനൽ കൂരിയ എന്ന് വിളിച്ച കൂരിയായെ മാറ്റുന്നതിന് മുമ്പായിരിക്കണം. കാരണം ഇത് ആ കൂരിയായെ കുറിച്ചാണ് പറയണേ. 17 കേസിലെ പ്രതിയായുള്ള വൈദികൻ ഉൾപ്പെടെ അതിരൂപതയും സംവിധാനങ്ങളും ഏത് രീതിയിൽ നശിപ്പിക്കാനും താറുമാറാക്കാനും മനസ്സും കഴിവുമുള്ള ഒരു കൂട്ടം തെമ്മാടികളെ അതിരൂപത കേന്ദ്രത്തിൽ വിന്യസിപ്പിച്ചും സിനഡ് വിചാരിച്ച കാര്യം നടത്തിയെടുത്തു. ഈ മുമ്പത്തെ കൂരിയായെ കുറിച്ചാണ്. വിമതരും മുന്നേറ്റക്കാരും ക്രിമിനൽ കൂരിയ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആ കൂരിയ വാസ്തവത്തിൽ ആ കൂരിയായി നിയമിച്ചത് പെർമനന്റ് സെനറ്റ് മെമ്പർ ഇല്ലേ, മെത്രാന്മാരെല്ലാം കൂടി ആലോചിച്ച്, ഈ കൂരിയായ അച്ഛന്മാരോടും കൂടി ആലോചിച്ച് അവര് വളരെയധികം ആലോചിച്ചിട്ടാണ് കൂരിയായി നിയമിച്ചത്. അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാമെന്നും മെത്രാന്മാര് പിന്തുണ കൊടുക്കാമെന്നും വാക്ക് കൊടുത്തിട്ടാണ് അവരെ കൂരിയയിൽ നിയമിച്ചത്. സഭയുടെ കുർബാന നടപ്പാക്കാൻ വേണ്ടിയാണ് അവരെ നിയമിച്ചത്. ബോസ്കോ പിതാവിന്റെ കാലത്ത് അത് കുറെയെല്ലാം സംഭവിക്കുകയും ചെയ്തു. അതിനെയാണ് ഈ വട്ടോളി പറയുന്നത്, അതിരൂപതയെയും സംവിധാനങ്ങളെയും ഏത് രീതിയിലും നശിപ്പിക്കാനും താറുമാറാക്കാനും കഴിവും മനസ്സുമുള്ള ഒരു കൂട്ടം തെമ്മാടികളെ അതിരൂപത കേന്ദ്രത്തിൽ വിന്യസിപ്പിച്ചും. വാസ്തവത്തിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ ആർക്കാ? വട്ടോളി ഉൾപ്പെടെയുള്ള വിമത വൈദികർക്കും മുന്നേറ്റക്കാർക്കും അല്ലേ? അതിരൂപതയെയും സംവിധാനങ്ങളെയും ഏത് രീതിയിലും നശിപ്പിക്കാനും താറുമാറാക്കാനും മനസ്സും കഴിവുമുള്ള ഒരു കൂട്ടം തെമ്മാടികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വട്ടോളിയും വിമതരും പിന്നെ മുന്നേറ്റക്കാരുമാണ്. അവർക്കത് ചേരുക. നമ്മുടെ മുമ്പത്തെ കൂരിയയിലുള്ളവര് എന്ത് തെമ്മാടിത്തര കാണിച്ചത്? എന്താണ് അവർ താറുമാറാക്കിയത്? എന്താണ് അവർ നശിപ്പിച്ചത്? അതെല്ലാം ചെയ്തത് ഈ വട്ടോളിയും അവരുടെ കൂട്ടുകാരും അല്ലേ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അല്ലേ? അതിരൂപതയും സംവിധാനങ്ങളെയും ഏത് രീതിയിലും അതിക്രമിച്ച കയറിയും സമരം ചെയ്തും പ്രകടനം നടത്തിയും ഗേറ്റ് തല്ലിപ്പൊളിച്ചും അച്ഛന്മാരെ തല്ലിയും കോലം കത്തിച്ചും കുപ്പിയെറിഞ്ഞും
അവർ ചെയ്ത തെമ്മാടിത്തരങ്ങള് പോലെ വല്ലതും ഇവര് കുറ്റപ്പെടുത്തിയ കൂരിയെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ വട്ടോളി ഒരു സെൽഫ് ഗോൾ അടിച്ചിരിക്കുക. അതായത് വിമത വൈദികർ എന്ത് ചെയ്യും, അൽമായ മുന്നേറ്റക്കാർ എന്തൊക്കെ ചെയ്യും, അതിന്റെ ഒരു ചെറിയ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. കൂരിയായെ കുറിച്ചാണ് മുമ്പത്തെ കൂരിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നെങ്കിലും സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണ് വട്ടോളി. തങ്ങൾ ഇങ്ങനെയാണ്, വിമത വൈദികരും വട്ടോളിയും ഇങ്ങനെയാണ്, അവരെ ചെങ്കിടികളായ അൽമായ മുന്നേറ്റക്കാരും ഇങ്ങനെയാണ്. അതിരൂപതയും സംവിധാനങ്ങളെയും ഏത് രീതിയിലും നശിപ്പിക്കാനും താറുമാറാക്കാനും മനസ്സും കഴിവുമുള്ള ഒരു കൂട്ടം തെമ്മാടികളാണ് വിമത വൈദികരും വട്ടോളിയും അൽമായ മുന്നേറ്റക്കാരും. അവർ അതിരൂപതയിൽ മൊത്തം വിന്യസിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ സഭാ നേതൃത്വം. ഈ മുമ്പത്തെ കൂരിയ ബോസ്കോ പിതാവിന്റെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അൽമായ മുന്നേറ്റ നേതാവ് വിമത വൈദികർക്ക് കൽപ്പന കൊടുത്തു. അവരുടെ മാർപ്പാപ്പയാണല്ലോ അങ്ങോര്. നമ്മുടെ മുമ്പിലുള്ള വിഷയം കുർബാനയല്ല, കൂരിയാണ്. ഇത് അദ്ദേഹത്തിന്റെ വോയിസിലുള്ള വാക്കാണ് ഞാൻ പറയണേ. അൽമായ മുന്നേറ്റ നേതാവ് വിമത വൈദികർക്കിട്ട വോയിസാണ് പറയണേ. നമ്മുടെ മുമ്പിലുള്ള വിഷയം കുർബാനയല്ല, കൂരിയാണ്. എന്ത് വില കൊടുത്തും ഈ കൂരിയായി മാറ്റണം. അതിനുവേണ്ടി അങ്കമാലി സമരം, അരമന കയ്യേറല്, ഒടിയാത്ത കൈ ഒടിഞ്ഞുവെന്നുള്ള അഭിനയിക്കല്, അങ്ങനെ അനേകം നാടകങ്ങൾ, നിലത്തെ കിടക്കല്, ഉരുളല്, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ. ബോസ്കോ പിതാവ് മാറി പുതിയ വികാരി മെത്രാപ്പോലീത്ത ചാർജ് എടുത്തപ്പോൾ ആദ്യം ചെയ്ത കാര്യം ഈ വിമതരുടെയും മുന്നേറ്റക്കാരുടെയും അടുത്തേക്ക് ചെന്ന് എഴുതി കൊടുത്തു, കൂരിയായി മാറ്റാം. പെർമനന്റ് സെന്ററിൽ സകല മെത്രാന്മാരും കൂടി നിയമിച്ച കൂരിയായെ മാറ്റാമെന്ന് പുതിയ വികാരി മെത്രാപ്പോലീത്ത എഴുതി കൊടുത്തു. ആദ്യം തന്നെ എഴുതി കൊടുത്തു. സമ്മർദ്ദത്തിലാക്കി എഴുതി വാങ്ങിച്ചതാണ് വാസ്തവത്തിൽ. അപ്പോൾ ഈ വികാരി മെത്രാപ്പോലീത്തയുടെ മനസ്സിൽ എന്താണ് മനസ്സിലുള്ളത്? സഭയുടെ കുർബാന നടപ്പാക്കേണ്ടതില്ല. ഈ സഭയുടെ കുർബാന നടപ്പാക്കാൻ വേണ്ടിയാണല്ലോ കൂരിയായി വെച്ചത്. മുമ്പത്തെ കൂരിയായുടെ കാര്യം ഞാൻ പറയണേ. അപ്പൊ സഭയുടെ കുർബാന നടപ്പാക്കേണ്ടതില്ലെന്ന് വികാരി മെത്രാപ്പോലീത്ത തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ നടപ്പാക്കാൻ തീരുമാനിച്ചവരെ, ഏകീകൃത കുർബാന നടപ്പാക്കാൻ തീരുമാനിച്ചവരെ മാറ്റാം എന്ന് എഴുതി കൊടുത്തപ്പോൾ പിന്നെ മാറ്റാൻ വേണ്ടി പല തരികടയും കളിച്ചു. എന്റെ അധികാരങ്ങളൊക്കെ ചോർത്തിക്കളഞ്ഞു, എനിക്ക് കൂലിയായി മാറ്റാനുള്ള അധികാരമില്ലേ എന്നെല്ലാം ചോദിച്ചു ഒരുപാട് കാര്യങ്ങൾ എഴുതിപ്പിച്ച് PR കൊണ്ടൊക്കെ എഴുതിച്ച് PR വർക്ക് നടത്തി തരികട കളിച്ച് കൂലിയായി മാറ്റി. എന്തിനാ? സഭയുടെ കുർബാന നടപ്പാക്കേണ്ടതില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അവസാനം വട്ടോളിയുടെ ഈ 6ാമത്തെ കാരണത്തിൽ വട്ടോളിയുടെ വാക്കുകൾ, കുറ്റം ചെയ്തവർ വലിയ സ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും യഥേഷ്ടം വിഹരിക്കുന്നു. അത് വിമത വൈദികരെ കുറിച്ചല്ലേ ശരി വട്ടോളിച്ചോ? വട്ടോളിച്ചനെ കുറിച്ചും ശരിയല്ലേ അത്? കുറ്റം ചെയ്തവര് വലിയ സ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും യഥേഷ്ടം വിഹരിക്കുന്നു, പണം കട്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയ മണവാളച്ചൻ ബസലിക്ക പള്ളിയിൽ ഉണ്ടായിരുന്നു. കൂതാശ വിലക്കുള്ളവര് മുന്തിയ സ്ഥാനങ്ങൾ ഇപ്പോഴും വിഹരിക്കുന്നു. എത്രയോ പേർക്കെതിരെ കേസുകളുണ്ട്. അവരൊക്കെ യഥേഷ്ടം വലിയ സ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും വിഹരിക്കുന്നു. പുതിയ തലമുറ വൈദികർക്കുള്ള സന്ദേശം വ്യക്തം. പരമാധികാരികളായ ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളെന്ന് വട്ടോളി എഴുതിയിരിക്കുന്ന മെത്രാന്മാരെ ഉദ്ദേശിച്ചാണ്. വാസ്തവത്തിൽ അത് വട്ടോളി ഉൾപ്പെടുന്ന വിമത വൈദികരുടെ കൂട്ടത്തിലും മുന്നേറ്റക്കാരുടെ കൂട്ടത്തിലുമാണ്. പരമാധികാരികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നാണവും മാനവും ധാർമ്മികതയും മനസാക്ഷിയും പൂർണ്ണമായി വെടിഞ്ഞ് നിൽക്കുക. എന്ത് കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് അധികാരത്തിന്റെയും സുഖഭോഗത്തിന്റെയും പരകോടിയിൽ വിരാജിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ വട്ടോളിയും വിമത വൈദികരും മുന്നേറ്റക്കാരും ചെയ്തു തരും. വട്ടോളി ഇതൊക്കെ എഴുതിയിരിക്കുന്നത് മെത്രാന്മാരെ കുറിച്ചാണ്. പക്ഷെ വാസ്തവത്തിൽ വട്ടോളിയെക്കുറിച്ചും വിമതരെ കുറിച്ചുമാണ് വട്ടോളി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അതൊന്നുകൂടി പറയാം. വട്ടോളിയും വിമതരും പുതിയ വൈദികർക്കും മുന്നേറ്റക്കാർക്കും അൽമാർക്കും നൽകുന്ന സന്ദേശം എന്താണ്? കുറ്റം ചെയ്തവര് വലിയ സ്ഥാനങ്ങളിലും സ്ഥാപനം യഥേഷ്ടം ഞങ്ങൾ നിയമിക്കും. പുതിയ തലമുറ വൈദികരല്ലേ, നിങ്ങൾക്കുള്ള സന്ദേശം ഇതാണ്: പരമാധികാരികളായി ഞങ്ങളുടെ കൂട്ടത്തിൽ, അതായത് ഏകം സഭ എന്ന സ്വതന്ത്ര സഭയുടെ കൂട്ടത്തിൽ നാണവും മാനവും ധാർമ്മികതയും മനസാക്ഷിയും പൂർണ്ണമായി വെടിഞ്ഞ് നേരും നെറിവും വെടിഞ്ഞ് എന്ത് കുറ്റങ്ങളും കുറവുകളും ഇല്ലേ ചെയ്തുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കുക, തെറ്റുകൾ ചെയ്തുകൊണ്ട് നിൽക്കുക. അതൊക്കെ ഞങ്ങൾ പരിഹരിച്ച് അധികാരത്തിന്റെയും സുഖഭോഗത്തിന്റെയും പരകോടിയിൽ വിരാജിക്കാൻ എല്ലാ സൗകര്യങ്ങളും വട്ടോളിയും വിമത വൈദികരും മുന്നേറ്റക്കാരും ചെയ്തു തരും. ഞാൻ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നത് വേറൊരു തരത്തിലാണ്. ഈ രാജിക്കത്ത് ഏതായാലും പൊതുമണ്ഡലത്തിൽ കിട്ടല്ലോ,
അതിന്റെ കോപ്പിക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ഈ വട്ടോളി ഉൾപ്പെടെയുള്ള വിമത തെമ്മാടി വൈദികരുടെ സ്വഭാവവും പ്രകൃതവും അവർ തന്നെ എഴുതി അറിയിച്ചതിന് നന്ദിയുണ്ട്. സീറോ മലബാർ സഭയുടെ ഈ ചരിത്ര കാലയളവ് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ആയുസും ആരോഗ്യം തരണമെങ്കിൽ ഞാൻ തന്നെ രേഖപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ വട്ടോളിയുടെ രാജിക്കത്തുള്ള കാര്യങ്ങളും അതിന്റെ പശ്ചാത്തലവും ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തും. അങ്ങനെ വട്ടോളി പറയുന്ന നുണയെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാകും. ഇങ്ങനെ നുണ പറഞ്ഞ് മാർപ്പാപ്പയെ ധിക്കരിച്ച്, മെത്രാൻസിനിടയിൽ ധിക്കരിച്ച് തീർത്തും ശീഷ്മേലായ ഒരു കൂട്ടം വൈദികരുടെ കലാപമാണ് എറണാകുളത്ത് നടന്നതെന്ന് ചരിത്രത്തില് രേഖപ്പെടുത്തും. ഇപ്പൊ നമ്മൾ പണ്ടത്തെ ഇപ്പൊ പാറഘട്ടിൽ പിതാവിനെ വലിയ ആളായിട്ട് കൊണ്ട് നടക്കുന്നില്ലേ? എന്തുണ്ടായി എന്നിട്ട് ഈ എറണാകുളത്തിന് മുഴുവൻ കബളിപ്പിച്ച്, സീറോ മലബാർ സഭയെ മുഴുവൻ കബളിപ്പിച്ച് അബദ്ധത്തിലേക്കും ശീഷ്മിലേക്കും കൊണ്ടുപോയത് അദ്ദേഹമാണ് എന്നും ആ പാരമ്പര്യമാണ് എറണാകുളത്ത് 60 വർഷമായി ഉള്ളതെന്നും ലോകത്തിന് മുഴുവൻ വെളിപ്പെട്ടില്ലേ? ഒരു സത്യവും വെളിപ്പെടാണ്ടിരിക്കില്ല. അതുകൊണ്ട് ഇതും വെളിപ്പെട്ട് കഴിഞ്ഞു. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. എങ്ങനെ? വട്ടോളിയുടെ നുണക്കത്ത് സഭയുടെ ചരിത്രത്തിൽ കറുത്തിരണ്ട ലിപികളിൽ കാണപ്പെടും. അത് വിമത വൈദികർക്കും അവരുടെ പേരുകളൊക്കെ വരും. ഞാനിപ്പോ ഈ പരസ്യമായിട്ട് പലതും പറയാത്തത് ഒരു യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ടാണ്. ഈ ചരിത്രം എഴുതുമ്പോൾ ഓരോരുത്തരും പേര് സഹിതം എഴുതും. അപ്പൊ അതിനകത്ത് നരികുളച്ചനും തേലക്കടച്ചനും മുണ്ടാടനും വട്ടോളിയും സകലരും വരും. കാരണം ഈ രേഖകൾ മുഴുവൻ അവർക്കെതിരെയാണ്. കാരണം അവർ പ്രചരിപ്പിക്കുന്നത് മുഴുവൻ നുണയാണ്, വിഭാഗീയതയാണ്, വേദവിപരീതം എന്ന് പറഞ്ഞ പാഷാണ്ഡതയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ശക്തമായി പറയുന്നു, വട്ടോളിയും വിമത വൈദികരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കന്മാരും മെത്രാമാരും ശീഷ്മയിലാണ്. അത് തിരുത്താൻ തയ്യാറാവുകയും ഈ സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മെത്രാമാര് തയ്യാറാവുകയും ചെയ്യുമ്പോൾ സകല പിന്തുണയുമായും വത്തിക്കാൻ ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇനിയും നാണം കെടാൻ വത്തിക്കാൻ തയ്യാറാകില്ല. എത്ര മുന്നറിയിപ്പുകൾ നൽകിക്കഴിഞ്ഞു, എത്ര മെത്രാമാരെ രാജിവെപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ടും നമ്മുടെ മെത്രാമാര് പാഠം പഠിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ പാപത്തിന് വിട്ടുകൊടുക്കുന്ന പോലെ, പിശാചിന് വിട്ടുകൊടുക്കുന്ന പോലെ വത്തിക്കാൻ മെത്രാമാരെ തൽക്കാലത്തേക്ക് അവരുടെ വഴിക്ക് വിടും. അവന് നമ്പാൻ കൊള്ളാവുന്ന ഒരു ദിവസം വരുമ്പോൾ വത്തിക്കാൻ ഇടപെടുകയും ചെയ്യും. ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നമ്മുടെ മെത്രാമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും അവരും നശിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയ്ക്ക് വിധേയമായി കർത്താവിന്റെ ഹിതമനുസരിച്ച് സഭയുടെ കുർബാന ചൊല്ലി നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം പുലരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.